ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പൊ നമ്മളിത് നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ വർഷത്തെ റെയിൽവേ എക്സാമിന്റെ, അതായത് നമുക്ക് വരാൻ പോകുന്ന RRB NTPC അതുപോലെ ഗ്രൂപ്പ് ഡി ഈ എക്സാമിന് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ഭാഗമായ മിഡീവൽ ഹിസ്റ്ററിയിൽ നിന്നും റിപ്പീറ്റഡ് ആയി നമുക്ക് എക്സാമിന് തന്നെ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ ഒരു സെഷനിൽ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോ എന്തൊക്കെയാണ് ഏതൊക്കെ ക്വസ്റ്റ്യൻസും ഏതൊക്കെ ചാപ്റ്റർ ആണ് നമ്മൾ മെയിൻ ആയിട്ടും മിഡിൽ ഹിസ്റ്ററിയിൽ പഠിക്കേണ്ടത് ആദ്യം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് മിഡിൽ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട രണ്ട് ചാപ്റ്റർ. അതിൽ ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഏത് ചാപ്റ്റർ ആണ്? ഡൽഹി സുൽത്താനേറ്റ്. നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിന്റെ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ട് എന്ത് ചെയ്യുക, കാണുക. ഇതൊരു മെയിൻ ചാപ്റ്റർ ആണ്. ആദ്യം പഠിക്കേണ്ട ചാപ്റ്റർ ആണ് ഡൽഹി സുൽത്താനേറ്റ്. പിന്നെ നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റർ ആണ് നമ്മുടെ മുഗൾ ഡൈനാസ്റ്റി, നമ്മുടെ മുഗൾസ്. ഈ രണ്ട് ചാപ്റ്ററും നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കേണ്ട രണ്ട് ചാപ്റ്ററാണ്. ഒന്ന് ഡൽഹി സുൽത്താനേറ്റും പിന്നെ എന്താണ്, ഒന്ന് മുഗൾസും. പിന്നെ നമുക്ക് പറഞ്ഞ കുറച്ച് ഡൈനാസ്റ്റി ആണ്. ഒന്ന് നമ്മുടെ വിജയനഗര ഡൈനാസ്റ്റി, പിന്നെ നമ്മുടെ മറാത്ത ഡൈനാസ്റ്റി, പിന്നെ നമ്മുടെ ബാമനി ഡൈനാസ്റ്റി, പിന്നെ ചോള, ദെൻ രാഷ്ട്രകൂട. സോ ഇതാണ് നമുക്ക് വരുന്ന നാല് ഡൈനാസ്റ്റി. ഇതാണ് നമുക്ക് വരുന്ന ആ ഭാഗത്ത് വരുന്ന ഡൈനാസ്റ്റികൾ. അപ്പൊ ഇത്രയും ഡൈനാസ്റ്റി നമ്മൾ കൃത്യമായി പഠിച്ചു വെച്ചാൽ നമുക്ക് മിഡിൽ ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായി ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ നോക്കണേ, ഇവിടെ നമുക്ക് ഡൈനാസ്റ്റികൾ മാത്രമാണ് പറഞ്ഞത് അല്ലേ. നമ്മൾ ഡൈനാസ്റ്റി പറ്റി പഠിക്കുമ്പോൾ മെയിൻ ആയി അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യമാണ്. ഒന്ന്, എല്ലാ ഡൈനാസ്റ്റികളുടെയും കൃത്യമായി ആരാണ് ഫൗണ്ടർ, അത് കൃത്യമായി നമ്മൾ പഠിക്കേണ്ട സാധനമാണ്. രണ്ടാമത്തത്, എവിടെയാണ് ഈ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ. ഇതിപ്പോ നമ്മൾ ഏൻഷ്യന്റ് പഠിക്കുന്നതും മിഡിൽ പഠിക്കുന്നതും കൃത്യമായി പഠിക്കേണ്ടതാണ് ഫൗണ്ടേഴ്സും ക്യാപിറ്റൽസ് എന്നും പറയുന്നത്. ഓക്കെ, ഇതൊരു മെയിൻ സാധനമാണ്. പിന്നെ നമുക്ക് അങ്ങോട്ട് ഈ ഡൈനാസ്റ്റിയിൽ വരുന്ന പ്രധാനപ്പെട്ട രാജാക്കന്മാരും അവർ ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെയാണ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതെന്ന് കൂടി നമുക്ക് നോക്കി അതുമായി ബന്ധപ്പെട്ട ഈ വർഷം എന്തൊക്കെ ചോദിക്കും എന്നുള്ള ഒരു ഐഡിയ കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് പോയാലോ സെഷനിലോട്ട്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. ഇതാണ്: ഹു റോട്ട് ദി ബുക്ക് കിതാബ് ഉൽ ഹിന്ദ്? കിതാബ് ഹിന്ദ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആരാണ് കിതാബുൽ ഹിന്ദ് എഴുതിയത്? അറിയോടാ കിതാബുൽ ഹിന്ദ് എഴുതിയത്? കിതാബുൽ ഹിന്ദ് എഴുതിയത് ഓപ്ഷൻ സി, അൽ ബറുണി അല്ലെ. ആരാണ്? അൽ ബറുണിയാണ് എന്തെഴുതിയത്? കിതാബ് ഉൽ ഹിന്ദ് എഴുതിയത്. കിതാബുൽ ഹിന്ദ് എഴുതിയതാണ് അൽ ബറുണി. ആരാണ് കിതാബുൽ ഹിന്ദ് എഴുതിയത്? അൽ ബറുണി. അൽ ബറുണിയുടെ കിതാബ് ഉൽ ഹിന്ദ്. ഈ അൽ ബറുണി ആരായിരുന്നു? നമ്മുടെ ഈ അൽ ബറുണി നമ്മുടെ മുഹമ്മദ് ഗസനിയുടെ അല്ലെ, ഗസനിയുടെ കൊട്ടാരത്തില് കവിയായിരുന്ന ആര്? അൽ ബറുണി അല്ലെ. അദ്ദേഹം എഴുതിയ ഒരു അറബിക് അല്ലെ പെർഷ്യൻ ബുക്കാണ് ഏത്? കിതാബുൽ ഹിന്ദ്. ഈ ഗസനിക്ക് ഒരു കവി കൂടി ഉണ്ടായിരുന്നു അല്ലെ, വളരെ ഫേമസ് ആയ. ആരായിരുന്നു? അതാണ് നമ്മുടെ ഫിർദൗസി അല്ലെ. ഗസനിക്ക് രണ്ട് പെർഷ്യൻ കവി ഉണ്ടായിരുന്നു, ഒന്ന് അൽബറുണിയും ഒന്ന് ഫിർദൗസിയും. ഫിർദൗസി ഒരു ബുക്കാണ് ഏത്? ഷാനാമ എന്ന് പറയും. അതും ചോദിക്കുന്ന ഒരു ബുക്കാണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കുക. ബുക്സ് ആൻഡ് ഓതേഴ്സ് എപ്പോഴും ഹിസ്റ്ററിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ അതില് മിഡീവലിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ബുക്കാണ്, ഒന്ന് കിതാബുൽ ഹിന്ദും ഒന്ന് ഷാനാമയും. കിതാബുൽ ഹിന്ദ് എഴുതിയത് ആരാ? കിതാബുൽ ഹിന്ദ് എഴുതിയത് അൽ ബറുണി. ആരുടെ കവിയാണ്? മഹമ്മൂദ് ഗസനിയുടെ. അതുപോലെ ഗസനിയുടെ വേറൊരു കവിയാണ് ഫിർദൗസി. ഫിർദൗസി എഴുതിയ ബുക്കാണ്
ഷാനാമ. അതുപോലെ ഈ ബുക്ക് നമ്മുടെ ഈ കിതാബുൽ ഹിന്ദിന് പകരം വേറൊരു ബുക്കുണ്ട്, കിതാബ് ഉൽ രഹല എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. കിതാബുൽ രഹല വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ്. ഏത്? ഈ കിതാബുൽ രഹല എന്ന് പറയുന്ന ബുക്ക്. ഇത് എഴുതിയത് ആരെന്നറിയോ? ഇത് എഴുതിയത് ഇബൻ ബത്തൂത്തയാണ്. ആരാണ്? ഇബൻ ബത്തൂത്ത. നമ്മുടെ ഇബൻ ബത്തൂത്ത എഴുതിയ ഒരു പ്രധാനപ്പെട്ട ബുക്കാണ് ഏത്? കിതാബ് ഉൽ രഹല. ഇതും സ്ഥിരമായ എക്സാമിന് ചോദിക്കും. ഇബൻ ബത്തൂത്ത നമുക്കറിയാം ഒരു സഞ്ചാരിയാണ്. അത് ഏത് രാജ്യം? മൊറോക്ക. ആഫ്രിക്കയിലെ മൊറോക്കയിലെ ട്രാവലറാണ് ആര്? ഇബൻ ബത്തൂത്ത. അദ്ദേഹം അദ്ദേഹം എഴുതിയ ഒരു പ്രധാനപ്പെട്ട ബുക്കാണ് ഏത് ബുക്ക് എന്ന് പറയുന്നത്? കിതാബ് ഉൽ രഹല എന്ന് പറയുന്ന ബുക്ക്. കിതാബ് ഉൽ രഹല. ആര്? ഇബൻ ബത്തൂത്ത. ഈ മൂന്ന് ബുക്കും കൃത്യമായി എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട ബുക്സുകളാണ് ഈ പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, ഹൗ മെനി ടൈംസ് ഡിഡ് ഗസനി ഇൻവേഡ് ഇന്ത്യ? അപ്പൊ നമ്മളിപ്പോ പഠിച്ച ഗസനി അല്ലെ? ഗസനി നമുക്കറിയാം ഒരു തുർക്കിക്കാരനാണ് അല്ലെ? തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് ആര്? ഗസനി അല്ലെ? ഗസനി ആദ്യമായി ഇന്ത്യയിൽ വരുന്നത് AD 1001. ഫസ്റ്റ് ഗസനി ആദ്യത്തെ ഇൻവെൻഷൻ ഇന്ത്യയിൽ വരുന്നത് AD 1001 അദ്ദേഹം വരുന്നത്. അതിനുശേഷം അദ്ദേഹം 17 തവണ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഗസനി എത്ര വട്ടമാണ് ഇന്ത്യ ഇൻവേഡ് ചെയ്തത്? 17 തവണ ഇന്ത്യ കൊള്ളയടിച്ച ആളാണ് ആര്? മുഹമ്മദ് ഗസനി. ഫസ്റ്റ് വന്നത് ഏത് വർഷമാണ്? AD 1001. അടുത്ത ഒരു യുദ്ധമുണ്ട്, ബാറ്റിൽ ഓഫ് പെഷാവാർ എന്ന് പറയും. പെഷാവാർ, ദ ബാറ്റിൽ ഓഫ് പെഷാവാർ കേട്ടോ. AD 1001. അതില് ഷാഹി വംശത്തിലെ ജയപാലൻ എന്ന് പറയുന്ന രാജാവുമായിട്ടായിരുന്നു ആ ഒരു യുദ്ധം. ബാറ്റിൽ ഓഫ് പെഷാവാർ എന്ന് പറയുന്നത് AD 1001. അതിനുശേഷം 17 തവണ, ടോട്ടലി 17 തവണയാണ് ഗസനി ഇന്ത്യയിൽ വന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് AD 1025-26 നമ്മുടെ ഗുജറാത്തിലെ സോമനാഥ് ടെമ്പിൾ അറ്റാക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കൊള്ളയടിയായിരുന്നു ഈ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം കൊള്ളയടിച്ചത്. ആരാ കൊള്ളയടിച്ചത്? ഗസനിയാണ്. വർഷം കൃത്യമായി ചോദിക്കും, 1025-26. അത് നിങ്ങൾ ഓപ്ഷൻ നോക്കിയിടാം. ചിലപ്പോൾ ഓപ്ഷൻ 25 ആയിരിക്കും കിടക്കുന്നത്, എങ്കിൽ 25 ഇല്ലെങ്കിൽ ആൻസർ 26. കാരണം രണ്ടും അത് ഉത്തരമായി പ്രീവിയസ് വന്നിട്ടുണ്ട്. 25-26 ഗസനിയുടെ സോമനാഥ ടെമ്പിൾ അറ്റാക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യമായിട്ട് പുള്ളി ഇന്ത്യയിൽ വന്നത് AD 1001. അത് ഇതിന്റെ പേര് പഠിച്ചു വെക്കുക, ബാറ്റിൽ ഓഫ് പെഷാവാർ. അത് ഷാഹി കിങ്ഡത്തിലെ ജയപാലിന് മാറ്റായിരുന്നു ആ ഒരു യുദ്ധം. അങ്ങനെ എത്ര വട്ടം വന്നു? 17 തവണ ഇന്ത്യയെ കൊള്ളയടിച്ച ആളാണ് ആര്? മുഹമ്മദ് ഗസനി എന്ന് പറയുന്നത്. എത്ര വട്ടമാണ്? 17 തവണ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, ദ ബാറ്റിൽ ഓഫ് ചന്ദാവാർ was fought between Muhammad Ghori and Jayant of Dash dynasty. ജയചന്ദ്രൻ, ഫുൾ പേര് ജയചന്ദ്രൻ അഥവാ ജയചന്ദ്. ഓക്കെ, സോ ഈ മുഹമ്മദ് ഗോറി, നമ്മുടെ ഈ മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ ചെയ്ത പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ചന്ദാവാർ എന്ന് പറയുന്നത് അല്ലെ? ചന്ദാവാർ വർഷം അറിയോടാ? ചന്ദാവാറിന്റെ വർഷം AD 1194. ഏത് വർഷമാണ്? ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. യുദ്ധമാണ്. നമുക്ക് യുദ്ധങ്ങൾ പറഞ്ഞാൽ എപ്പോഴും ചോദിക്കുന്ന രണ്ട് പാറ്റേൺ ആണ്. ഒന്ന് വർഷം, രണ്ട് ആരൊക്കെ തമ്മിലാണ് യുദ്ധം. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യൻ ആരൊക്കെ തമ്മിൽ എന്നൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. വർഷം പഠിച്ചു നോക്കിയത് AD 1194. ആരൊക്കെ തമ്മില്? മുഹമ്മദ് ഗോറിയും ജയചന്ദ്രനും. അതും തന്നിട്ടുണ്ട്, ജയചന്ദ്രൻ അല്ലേ. പക്ഷെ ജയചന്ദ്രന്റെ ഡൈനാസ്റ്റി ആണ് ചോദിച്ചത്. ജയചന്ദ്രന്റെ ഡൈനാസ്റ്റി ഓപ്ഷൻ സി, ഗഹണ്ടവാല ഡൈനാസ്റ്റി. ഡൈനാസ്റ്റി ഗഹണ്ടവാല ഡൈനാസ്റ്റിയിലെ ജയചന്ദ്രന്റെ മാറ്റായിരുന്നു 1194 മുഹമ്മദ് ഗോറിയുടെ ബാറ്റിൽ ഓഫ് ചന്ദാവാർ എന്ന് പറയുന്ന യുദ്ധം. ഇനി മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമാണ് തറൈൻ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? എത്ര തറൈൻ ഉണ്ട്? 2 തറൈൻ. ഒന്നാം തറൈൻ 1191, രണ്ടാം തറൈൻ 1192 അല്ലെ? ഒന്നാം തറൈനും രണ്ടാം തറൈൻ യുദ്ധം. ഒന്നാം തറൈൻ ആരൊക്കെ തമ്മില്?
മുഹമ്മദ് ഗോറി വി എസ് നമ്മുടെ ചൗഹാൻ ഡൈനാസ്റ്റിയിൽ ആര്? പൃഥ്വിരാജ് ചൗഹാൻ അല്ലെ. അതില് ഈ പൃഥ്വിരാജ് ചൗഹാൻ ആരെ തോൽപ്പിക്കും? ഒന്നാം തരം യുദ്ധത്തിൽ മുഹമ്മദ് ഗോറിയെ തോൽപ്പിക്കും അല്ലെ. അതിനുശേഷം എന്താ സംഭവിച്ചത്? മുഹമ്മദ് ഗോറിയെ കൊല്ലാതെ വെറുതെ വിടും അല്ലെ. പക്ഷെ മുഹമ്മദ് ഗോറി തൊട്ടടുത്ത വർഷം വീണ്ടും ഒരിക്കൽ കൂടെ വരും. അതാണ് രണ്ടാം തറയൻ യുദ്ധം, സെക്കൻഡ് തറയൻ. എഗെയിൻ ഇവര് തമ്മിൽ തന്നെയാണ് അല്ലെ. പക്ഷെ ആ യുദ്ധത്തിൽ ആര് കൊല്ലപ്പെടും? പൃഥ്വിരാജ് ചൗഹാൻ കൊല്ലപ്പെടും. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രദേശം ആര് പിടിച്ചെടുക്കുന്നത്? മുഹമ്മദ് ഗോറി പിടിച്ചെടുത്തത് അല്ലേ. അതിനുശേഷമാണ് ഡൽഹി സുൽത്താനേറ്റ് ഒക്കെ എന്ത് ചെയ്തത്? എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ നമ്മള് ഡൽഹി സുൽത്താനേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ട്, ആ വീഡിയോ കാണുക. അതിൽ നിങ്ങൾക്ക് കൃത്യമായി ഈ കഥയെ പറ്റി എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഇനി നമ്മൾ എങ്ങനെ ഈ കഥയെ പറ്റി, ഈ പൃഥ്വിരാജ് ചൗഹാന്റെയും മുഹമ്മദ് ഗോറിയുടെയും കഥയെ പറ്റി മനസ്സിലാക്കിയത്? അതൊരു ബുക്കിൽ കൂടെയാണ് അല്ലെ. ഒരു ഹിസ്റ്റോറിക്കൽ ബുക്ക് ഉണ്ടല്ലേ, ഏതാടാ? പൃഥ്വിരാജ് റാസോ. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള ഒരു ബുക്കാണ്. ഈ വർഷം ചോദിക്കാനും ചാൻസ് ഉണ്ട്. പൃഥ്വിരാജ് റാസോ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? എഴുതിയത് ആരാടാ? ചന്ദ് ബർദായി അല്ലെ. ചന്ദ് ബർദായിയുടെ പൃഥ്വിരാജ് റാസോ. പൃഥ്വിരാജ് റാസോ എന്ന ബുക്ക് എഴുതിയത് ആരാടാ? ചന്ദ് ബർദായി. ചന്ദ് ബർദായിയുടെ പൃഥ്വിരാജ് റാസോ അല്ലെ. ചന്ദ് ബർദായി ആരാ? നമ്മുടെ പൃഥ്വിരാജ് ചൗഹാന്റെ കൊട്ടാരത്തിലെ കവിയാണ് അല്ലെ. പുള്ളി എഴുതിയ പൃഥ്വിരാജ് ചൗഹാന്റെ ബയോഗ്രഫിയാണ് പൃഥ്വിരാജ് റാസോ. ആ ബുക്കിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്ത്? ഈ തറൈൻ യുദ്ധത്തെ പറ്റി. ആരൊക്കെ തമ്മില്? മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും. അത് കഴിഞ്ഞ് 94-ലെ യുദ്ധം വരുന്ന ഈ ബാറ്റിൽ ഓഫ് ചന്ദാവാർ എന്ന യുദ്ധം. ആരൊക്കെ തമ്മില്? മുഹമ്മദ് ഗോറിയും ജയചന്ദ്രനും തമ്മിലുള്ള ദ ബാറ്റിൽ ഓഫ് ചന്ദാവാർ. ഓക്കെ, അടുത്ത ദിവസത്തോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് ഡൈഡ് വൈൽ പ്ലേയിങ് ചൗഗൻ? ഈ ചൗഗൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോളോ ഗെയിമാണ്. പോളോ ഗെയിം. പോളോ എന്താ? നമ്മുടെ കുതിരപ്പുറത്തിരുന്ന് കളിക്കുന്ന, ബോൾ തട്ടുന്ന ഒരു ഗെയിമാണ് അല്ലെ പോളോ ഗെയിം. അതിന് വേറൊരു പേരാണ് ചൗഗൻ കേട്ടാ. അത് കളിക്കുന്നിടയിൽ മരണപ്പെട്ട വ്യക്തി ആരെന്നാണ് നമ്മുടെ ചോദ്യം. സോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡൽഹി സുൽത്താനേറ്റ് തന്നൊരു ചോദ്യമാണ് അല്ലേ. ഡൽഹി സുൽത്താൻ ഏത് സുൽത്താനാണ്? കുതിരപ്പുറത്തു നിന്നും താഴെ വീണ് മരിച്ച ഡൽഹി സുൽത്താൻ കുത്തുബുദ്ദീൻ ഐബക്ക് അല്ലെ. നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്കാണ് പോളോ കളിക്കിടെ കുതിരപ്പുറത്ത് നിന്നും താഴെ വീണ് മരണപ്പെട്ട ഡൽഹി സുൽത്താൻ അല്ലെ. നമ്മൾ കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ് അല്ലെ. ഡൽഹി സുൽത്താനേറ്റിലെ ഫസ്റ്റ് ഡൈനാസ്റ്റിയാണ് സ്ലേവ് ഡൈനാസ്റ്റി അഥവാ മാമുലുക്ക് ഡൈനാസ്റ്റി അല്ലെ. നമ്മൾ പഠിച്ചിട്ടുള്ളതാ അല്ലെ. ഫസ്റ്റ് ഡൽഹി സുൽത്താനേറ്റിലെ ഫസ്റ്റ് ഡൈനാസ്റ്റിയാണ് സ്ലേവ് ഡൈനാസ്റ്റി അഥവാ മാമുലുക്ക് ഡൈനാസ്റ്റി. അതിന്റെ സ്ഥാപകനാണ് ആര്? ഈ കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ മുഹമ്മദ് ഗോറിയുടെ ഒരു ജനറൽ ആണ് അല്ലെ. മുഹമ്മദ് ഗോറിയുടെ ഒരു ജനറൽ ആണ് ആര്? കുത്തുബുദ്ദീൻ ഐബക്ക്. അങ്ങനെ കുത്തുബുദ്ദീൻ ഐബക്കാണ് ഇന്ത്യയിൽ ആദ്യത്തെ സുൽത്താൻ വംശം ആരംഭിച്ചത് അല്ലെ. സ്ലേവ് ഡൈനാസ്റ്റി അഥവാ മാമുലുക്ക് ഡൈനാസ്റ്റി. അദ്ദേഹം മരണപ്പെട്ടത് എങ്ങനെയാ? കുതിരപ്പുറത്ത് നിന്നും, പോളോ കളിക്കിടെ കുതിരയുടെ മുകളിൽ നിന്നും വീണ് മരിച്ച ആളാണ് ആര്? കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്. ഈ ഐബക്കിന്റെ കൊട്ടാരത്തിൽ വളരെ ഫേമസ് ആയ ഒരു ഹിസ്റ്റോറിയൻ, ഒരു എഴുത്തുകാരൻ ജീവിച്ചിരുന്നു. അപ്പൊ വീണ്ടും നമ്മൾ നോട്ട് ചെയ്യണം. ബുക്സ് ആൻഡ് ഓതേഴ്സിൽ നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു ബുക്കാണ്. കവിയുടെ പേരാണ് ഹസൻ നിസാമി എന്ന് പറയും. ഇതാണ് ഒരു ഹിസ്റ്റോറിയൻ, ചരിത്രകാരനാണ്. ഇദ്ദേഹം എഴുതിയൊരു ബുക്കുണ്ട്. ബുക്കിന്റെ പേരാണ് താജ് ഉൽ മാസിർ. ആരാണ്? താജ് ഉൽ മാസിർ. ഇതാണ് ബുക്കിന്റെ പേര്. സോ ബുക്സ് ആൻഡ് ഓതേഴ്സിൽ നമ്മൾ വീണ്ടും നോട്ട് ചെയ്യേണ്ട ഒരു ബുക്കാണ്, മിഡിൽ ഈസ്റ്റിലെ ഒരു ബുക്കാണ് താജ് ഉൽ മാസിർ. താജുൽ മാസിർ എഴുതിയത് ആരാണ്? ഹസൻ നിസാമി. ഹസൻ നിസാമിയുടെ താജുൽ മാസിർ. ഒരു ഇമ്പോർട്ടന്റ് ബുക്കാണ്, ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ബുക്കാണ് ഏത്? ഈ പറഞ്ഞത് കേട്ടാ, താജുൽ മാസിർ. ആ ഹസൻ നിസാമി ആരുടെ കൊട്ടാരത്തിലെ ഹിസ്റ്റോറിയനാ? കുത്തുബുദ്ദീൻ ഐബക്കിന്റെ കോർട്ടിലെ ഹിസ്റ്റോറിയൻ ആയിരുന്നു ആര്? ഹസൻ നിസാമി. ഓക്കെ, ദെൻ അടുത്ത സ്റ്റോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ വാസ് റസിയ സുൽത്താന റിമൂവ്ഡ് ഫ്രം ദി ത്രോൺ? ഏത് വർഷമാണ് റസിയ സുൽത്താനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയത്? അതായത് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ്, വീണ്ടും ചോദ്യം ഡൽഹി സുൽത്താനേറ്റ് ആണ് അല്ലേ. ഡൽഹി സുൽത്താനേറ്റ് ഒരേ ഒരു വനിതാ ഭരണാധികാരിയാണ് ആര്? നമ്മുടെ റസിയ സുൽത്താന. ആരുടെ മകളാ? ഇൽത്തുമിഷിന്റെ, നമ്മുടെ ഇൽത്തുമിഷിന്റെ മകളാണ് ആര്?
റസിയ സുൽത്താന അല്ലെ. പുള്ളിക്കാരി അധികാരത്തിൽ വന്നത് ഏത് വർഷം? 1236 അല്ലെ. 1236 അധികാരത്തിൽ വന്നത്. പക്ഷെ നമ്മുടെ ചോദ്യം റിമൂവ് ചെയ്തതാണ്, അധികാരത്തിൽ പുറത്താക്കിയത്. അത് 1240. സോ നമ്മൾ ഓപ്ഷൻ ഉണ്ടോ നമ്മുടെ 40? യെസ്, ഓപ്ഷൻ ബി 1240 കേട്ടോ. ചിലപ്പോൾ അവരുടെ ടോട്ടൽ ടൈം പീരീഡ് ആയിരിക്കും ചോദിക്കുന്നത്. കാരണം കഴിഞ്ഞ 2-3 എക്സാമിന് ഇപ്പൊ ചോദിച്ച ടോട്ടൽ ടൈം പീരീഡ് ആണ് 36 to 40 ആണ് ടോട്ടൽ പീരീഡ് റസിയ സുൽത്താന ഡൽഹി സുൽത്താനേറ്റിൽ ഇരുന്നത്. അതിൽ അധികാരത്തിൽ വന്ന് ചോദിച്ചാൽ 36-ലും അധികാരത്തിൽ നിന്ന് പുറത്തായ ചോദിച്ചാൽ 40. ഇതിൽ 36 ഉണ്ടല്ലേ, പക്ഷെ 36 അധികാരത്തിൽ വന്ന വർഷം, അധികാരത്തിൽ നിന്ന് പുറത്തായത് 1240 അല്ലെ. അതുപോലെ നമ്മുടെ ഈ റസിയ സുൽത്താനയുടെയും അവരുടെ ഹസ്ബൻഡായ അൽത്തുനിയ അല്ലെ, നമ്മുടെ റസിയ സുൽത്താനയുടെ ഹസ്ബൻഡാണ് അൽത്തുനിയ അല്ലെ. ഇവര് തമ്മിൽ ഒരു പ്രണയം സംഭവിച്ച ഒരു സ്മാരകം ഉണ്ടല്ലേ, ചോദിക്കും. റസിയ സുൽത്താനയുടെയും അൽത്തുനിയുടെയും പ്രണയ സ്മാരകം പഞ്ചാബിലെ സ്മാരകം കിലാ മുബാറക്ക് അല്ലെ. നമ്മൾ പഠിച്ചതാ ഡൽഹി സുൽത്താന്റെ ചാപ്റ്ററിൽ ഞങ്ങൾക്ക് ആ ഫോട്ടോ ഉൾപ്പെടെ സ്ഥലം കാണിച്ചു തന്നെയാണ് അല്ലെ. നമ്മുടെ അൽത്തുനിയുടെയും റസിയ സുൽത്താനയുടെയും എന്താണ് ആ പ്രണയ സ്മാരകം പഞ്ചാബിൽ ഏത് സ്മാരകം? കിലാ മുബാറക്ക്. ചോദിക്കും കേട്ടോ, കിലാ മുബാറക്ക് എവിടെ, ഏത് സ്റ്റേറ്റിലെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഏത് റൂളറുമായി ബന്ധപ്പെട്ടാണ് റസിയ സുൽത്താനയും അൽത്തുനിയ പഞ്ചാബിന്റെ ഗവർണറായ അൽത്തുനിയും തമ്മിൽ നടന്നൊരു പ്രണയം സംഭവിച്ച ഒരു സ്മാരകമാണ് ഏത്? കിലാ മുബാറക്ക് എന്ന് പറയുന്നത്. ആരുടെ മകളാണ് റസിയ സുൽത്താന? എൽത്തുമിഷ്, നമ്മുടെ എൽത്തുമിഷിന്റെ മകളാണ് റസിയ സുൽത്താന. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. Who introduced the famous Persian festival Nowruz? യെസ്, വളരെ പ്രധാനപ്പെട്ടതാണ് നൗറൂസ് ഫെസ്റ്റിവൽ. ഇതൊരു മതപരമായ ഫെസ്റ്റിവൽ ആണ് കേട്ടോ. ഇത് നമ്മൾ പെർഷ്യൻ ന്യൂ ഇയർ എന്ന് പറയും കേട്ടോ. അത് നോട്ട് ചെയ്യണം. ഏത് ഫെസ്റ്റിവലിനാണ്? പെർഷ്യൻ ന്യൂ ഇയർ, പെർഷ്യൻ പുതുവത്സരം എന്നറിയപ്പെടുന്നത് നൗറൂസ്. അല്ലെങ്കിൽ പാഴ്സി മതക്കാരുടെ ന്യൂ ഇയർ എന്നും പറയും. ഇത് ഏത് മതക്കാർ ആഘോഷിക്കുന്ന? പാഴ്സിയാണ് കേട്ടോ. പാഴ്സി മതക്കാര് ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഏത്? നൗറൂസ് എന്ന ഫെസ്റ്റിവൽ. ഈ ഫെസ്റ്റിവൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡൽഹി സുൽത്താനായ നമ്മുടെ ബാൽബൻ, ഗിയാസുദ്ദീൻ ബാൽബൻ അല്ലെ. നമ്മുടെ അടിമവംശത്തിലെ ഏറ്റവും ശക്തനായ റൂളർ ആയിരുന്ന ആര്? ഈ ബാൽബൻ അല്ലെ. ഈ ബാൽബൻ ആണ് ഈ നൗറൂസ് എന്ന ഫെസ്റ്റിവൽ കൊണ്ടുവന്നത്. ഇത് നമ്മൾ പാഴ്സികളുടെ ന്യൂ ഇയർ എന്നും പറയും, അല്ലെങ്കിൽ പെർഷ്യൻ ന്യൂ ഇയർ എന്നുമാണ് എന്ത് ചെയ്യുന്നത്? വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഇത് നിരോധിച്ച ഇന്ത്യൻ റൂളർ ആണ്. ഇതൊരു പിന്നീട് വന്നൊരു റൂളർ ഇത് നിരോധിച്ചായിരുന്നു. ഹു അബോളിഷ്ഡ് നൗറൂസ് എന്ന് ചോദിക്കും. നൗറൂസ് നിർത്തിവെച്ചത് നമ്മുടെ മുഗളിലെ ഔറംഗസീബ കേട്ടാ. നമ്മുടെ ഔറംഗസീബാണ് പാഴ്സി ഫെസ്റ്റിവൽ ഇന്ത്യയിൽ എന്ത് ചെയ്തത്? നിർത്തിവെച്ചത്, നിരോധിച്ചത് കേട്ടാ. ഔറംഗസീബ് കൊണ്ടുവന്ന ആരാ? ബാൽബൻ, ഡൽഹി സുൽത്താനായ ബാൽബൻ കൊണ്ടുവരികയും പിൻകാലത്ത് മുഗളിലെ മുഗൾ എംപററായ ഔറംഗസീബാണ് ഈ ഒരു ഫെസ്റ്റിവൽ ഇന്ത്യയിൽ എന്ത് ചെയ്തത്? നിർത്തിവെച്ചത്, നിരോധിച്ചത് കേട്ടാ. ഇത് പാഴ്സി മതക്കാരുടെ ന്യൂ ഇയർ എന്നാണ്, അല്ലെങ്കിൽ പെർഷ്യൻ ന്യൂ ഇയർ എന്നാണ് അറിയപ്പെടുന്നത്. ഏത് ഫെസ്റ്റിവൽ? നൗറൂസ് എന്ന ഫെസ്റ്റിവൽ കേട്ടാ. ആരെ കൊണ്ടുവന്നത്? ഗിയാസുദ്ദീൻ ബാൽബൻ അല്ലെ. ബാൽബൻ ഡൈനാസ്റ്റിയ സ്ലേവ് ആണല്ലേ. നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റിയിലെ ഏറ്റവും ശക്തനായ റൂളർ ആണല്ലേ. ഇതിന്റെ ഒരു പോളിസി ഉണ്ടല്ലോ, സ്ഥിരമായി എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ വർഷം, കഴിഞ്ഞ വർഷം 2024 2-3 എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ അല്ലെ. ബ്ലഡ് ആൻഡ് അയൺ പോളിസി കേട്ടാ. ഇമ്പോർട്ടന്റ് കേട്ടാ. പുള്ളി ഒരു കാര്യവാനം തീരുമാനിച്ചാൽ അത് നടന്നത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു പോളിസിയാണ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി. ഇരുമ്പും നിണമെന്ന് പറയും. ആരുടെയാണ്? ബാൽബന്റെ ഒരു പോളിസിയാണ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി എന്ന് പറയുന്നത് കേട്ടാ. അപ്പൊ ഈ ഫെസ്റ്റിവൽ മറക്കരുത്. അപ്പൊ സ്ട്രാറ്റജിക്കലി നോട്ട് ചെയ്യേണ്ട ഒരു ഫെസ്റ്റിവൽ ആണ് നൗറൂസ് ഫെസ്റ്റിവൽ. ഏത് മതക്കാരുടെയാ? പാഴ്സിക് അല്ലെ. ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിലെ മതങ്ങൾ അല്ലെ, സിഖുകാരും ബുദ്ധിസവും ജൈനിസവും അല്ലെ, ഇവരൊക്കെ ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട ഫെസ്റ്റിവലിന് ഏതൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. പാഴ്സി മതത്തിന്റെ ഒരു ഫെസ്റ്റിവൽ ആണ് നൗറൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത സ്ലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ദിവാൻ ഐ ആരിസ് വാസ് റിലേറ്റഡ് ടു വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഡൽഹി സുൽത്താൻ? ഡൽഹി സുൽത്താനേറ്റിലെ ഏത് ഡിപ്പാർട്ട്മെന്റിനെയാണ് ദിവാൻ ഐ ആരിസ് എന്ന് പറയുന്നത് അല്ലെ? നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരുന്നു അല്ലെ. അതിൽ ഏറ്റവും പ്രധാന ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാൻ ആരിസ്. ഇത് ഈ വർഷം 2024 ഒരു 3 എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയൊക്കെ ചോദിച്ചെന്ന് വെച്ചാൽ, ഫസ്റ്റ്
ഇത് ആരാണ് ഈ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നത്? ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്ന ആരാ? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ നമ്മുടെ ബാൽബനാണ്, ഗിയാസുദ്ദീൻ ബാൽബൻ അല്ലെ, അഥവാ ഉല്ലൂഖ് ഖാൻ എന്ന് പറയും. ബാൽബന്റെ യഥാർത്ഥ പേരാണ്, ബാൽബന്റെ യഥാർത്ഥ പേരാണ് ഉല്ലൂഖ് ഖാൻ കേട്ടോ. ഈ ഉല്ലൂഖ് ഖാൻ ആണ് എന്ത് കൊണ്ടുവന്നത്? ദിവാനെ ആരിസ് കൊണ്ടുവന്നത്. അപ്പൊ ഇത് എന്ത് ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചാൽ ഇതൊരു മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്ത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മിലിറ്ററി, സൈനിക വകുപ്പ്, ഒരു മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാനെ ആരിസ് എന്ന് പറയുന്നത്. സോ നോട്ട് ചെയ്യുക, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ഇതില് ഈ റോയൽ കറസ്പോണ്ടൻസ് ഇല്ലേ, അതും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. റോയൽ കറസ്പോണ്ടൻസ് എന്ന് വെച്ചാൽ റോയൽ, രാജകീയ കത്തിടപാടുകൾ ആണ് കേട്ടോ, രാജകീയ കത്ത് ഇടപാടുകൾ ആണ് റോയൽ കറസ്പോണ്ടൻസ്. ഡൽഹി സുൽത്താനേറ്റില് ഈ കത്തിടപാടും മറ്റും നോക്കിയ ഡിപ്പാർട്ട്മെന്റ് ഏതെന്ന് ചോദിക്കും. അതാണ് ദിവാൻ ഐ ഇൻഷ എന്ന് പറയും. എന്താണ്? ദിവാനൈ ഇൻഷ. അതാണ് ദിവാനൈ ഇൻഷ എന്ന് പറയും. ദിവാനൈ ഇൻഷ, റോയൽ കറസ്പോണ്ടൻസ്, രാജകീയ കത്ത് ഇടപാടുകൾ മറ്റും നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. രാജകീയ കത്തിടപാടും മറ്റും നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ദിവാനെ ഇൻഷ എന്ന് പറയുന്ന എന്ത് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇതിൽ ഒന്ന് കൊടുത്തിട്ടുണ്ടല്ലേ, നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരെന്ത്? നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരെന്താണ്? നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേര്. അതുപോലെ ഡൽഹി സുൽത്താനേറ്റിലെ ഫിനാൻസ് മിനിസ്റ്റർമാരെ വിളിക്കുന്ന പേരെന്തെന്ന് അറിയോ? അപ്പൊ അതറിയാമെങ്കിൽ അതിന്റെ ആൻസർ ആയി. അതെന്നറിയോ? ഡൽഹി സുൽത്താൻമാരുടെ ഫിനാൻസ് മിനിസ്റ്റർമാരെ വിളിക്കുന്ന പേരാണ് വസീർ എന്ന് പറയും. എന്താണ്? വസീർ കേട്ടോ. ഡൽഹി സുൽത്താനെ ഫിനാൻസ് മിനിസ്റ്റർമാരെ വിളിക്കുന്ന പേരെന്താണ്? വസീർ എന്നാ പറയുന്നത്, വസീർ. അപ്പം ആ വസീർ വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും ദിവാൻ ഐ വിസറാത്ത്, വസീർ വിസറാത്ത്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇമ്പോർട്ടന്റ് ആണ്, ഇനി ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡൽഹി സുൽത്താൻമാരുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരെന്താണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് വിസറാത്ത്, വസീർ കേട്ടോ. ഫിനാൻസ് മിനിസ്റ്റർമാരെ വിളിച്ച പേരെന്താ? വസീർ എന്നാണ്. ഫിനാൻസ് മിനിസ്റ്റർമാരെ വിളിച്ച പേര് വസീർ എന്നാണ്. അതുപോലെ അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ച പേരാണ് എന്ത്? വിസറാത്ത്, ദിവാനെ വിസറാത്ത് എന്ന് പറയും. ഇനി നാലാമത്തെ, ഡൽഹി സുൽത്താൻമാരുടെ ഫോറിൻ അഫേഴ്സിനെ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഫോറിൻ അഫേഴ്സ്, ഡൽഹി സുൽത്താൻമാരുടെ ഫോറിൻ അഫേഴ്സിനെ വിളിക്കുന്ന പേരാണ് ദിവാനെ റിസലാത്ത് എന്ന് പറയും. എന്താണ്? റിസലാത്ത്, RISALAT, റിസലാത്ത്, ദിവാനെ റിസലാത്ത് എന്ന് പറയും. എന്ത്? ഡൽഹി സുൽത്താൻമാരുടെ എന്ത് ഡിപ്പാർട്ട്മെന്റ്? ഫോറിൻ ഡിപ്പാർട്ട്മെന്റ്, ഫോറിൻ അഫയേഴ്സ് കേട്ടോ. അങ്ങനെ ചോദിക്കും, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറിൻ അഫയേഴ്സ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ദിവാനെ റിസലാത്ത്. ഈ റിസലാത്ത് പോലെ വേറൊന്നുണ്ട്, റിയാസത്ത് ഉണ്ടല്ലേ അല്ലെ, നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി മാർക്കറ്റിലൊക്കെ കൊണ്ടുവന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അത് റിയാസത്ത്. ഇത് റിസലാത്ത്, രണ്ടും തമ്മിൽ മാറല്ലേ കേട്ടോ. അത് റിയാസത്ത്, ഇത് റിസലാത്ത്. റിസലാത്ത് എന്ന് പറഞ്ഞാൽ ഫോറിൻ അഫയേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. റിയാസത്ത് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി മാർക്കറ്റിലൊക്കെ കൊണ്ടുവന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് റിയാസത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ഈ ഡൽഹി സുൽത്താൻമാരുടെ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനിയും ഒരു ക്വസ്റ്റ്യൻ, ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അടുത്ത്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ കണ്ടത് ഇൻഷ, ദിവാനെ ഇൻഷ എന്താണ്? കത്തിടപാട്, രാജകീയ കത്തിടപാട്, റോയൽ കറസ്പോണ്ടൻസ്. അതുപോലെ മിലിറ്ററി ദിവാനെ ആരിസ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വസീർ, മന്ത്രി വസീർ. അപ്പൊ വിസറാത്ത്, ഫോറിൻ ഡിപ്പാർട്ട്മെന്റ് റിസലാത്ത്. ഓക്കെ, അതുപോലെ ദിവാൻ ആരിസ് കൊണ്ടുവന്ന ആരാ? ദിവാൻ ആരിസ് കൊണ്ടുവന്നത് നമ്മുടെ ബാൽബനാണ്. ആരാ കൊണ്ടുവന്നത്? ബാൽബൻ. ഓക്കെ, ദെൻ അടുത്ത സ്ലൈഡ് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഡൽഹി സുൽത്താൻ പർസ്യൂഡ് ദി ബ്ലഡ് ആൻഡ് അയൺ പോളിസി? നേരത്തെ പറയാൻ ചോദ്യം അല്ലെ, ഏത് ഡൽഹി സുൽത്താനാണ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി കൊണ്ടുവന്നത്? ഈ ബ്ലഡ് ആൻഡ് അയൺ പോളിസി കൊണ്ടുവന്ന ഡൽഹി സുൽത്താൻ ആരാണ് അല്ലെ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലേ, ഡൽഹി സുൽത്താൻ ബ്ലഡ് ആൻഡ് അയൺ ബാൽബനാണ് അല്ലെ. സിമ്പിൾ ചോദ്യമാണ്. ഈ വർഷം ഒരു 3 എക്സാം റിപ്പീറ്റഡ് ചോദിച്ചതാണ്. സോ NTPCക്കും റെയിൽവേ എക്സാമിനും റിപ്പീറ്റഡ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡൽഹി സുൽത്താനേറ്റിൽ നിന്നും. ഈ ബ്ലഡ് ആൻഡ്
അയൺ പോളിസി എന്ന് പറഞ്ഞ ഇരുമ്പും നിണവും എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു തീരുമാനം എടുത്തത് തന്നെയാണ്. സോ അതായിരുന്നു ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഈ ഒരു പോളിസി. അത് ബ്ലഡ് ആൻഡ് അയൺ പോളിസി ആരാ കൊണ്ടുവന്നത്? ബാൽബൻ. ആരാണ്? ബാൽബൻ. ഓപ്ഷൻ സി. ദെൻ അടുത്ത ചോദ്യം, സിൽവർ തങ്ക ആൻഡ് കോപ്പർ ജിറ്റാർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹു? വീണ്ടും നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. അതായത് ഏത് ഡൽഹി സുൽത്താൻ റൂളറാണ് ഈ തങ്ക ജിറ്റാൾ എന്ന് പറയുന്ന ഈ നാണയം കൊണ്ടുവന്നത്? തങ്ക ജിറ്റാൾ എന്ന് പറയുന്നത് നമുക്കറിയാം, രണ്ട് ഡൽഹി സുൽത്താൻ നാണയം, അതിൽ തങ്ക ഒരു സിൽവർ കോയിൻ. അത് നോട്ട് ചെയ്തു കേട്ടോ, അങ്ങനെ ചോദിക്കും കേട്ടാ. സിൽവർ കോയിന്റെ പേരെന്ത്? തങ്ക. കോപ്പർ ജിറ്റാൾ കേട്ടാ. തങ്ക എന്ന് പറയുന്ന ഒരു സിൽവർ കോയിനും ജിറ്റാൾ എന്ന് പറയുന്ന ഒരു കോപ്പർ കോയിനും കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന ആരാണ് ചോദ്യം? നമ്മുടെ ഇൽത്തുമിഷ് ആണ് കൊണ്ടുവന്നത് കേട്ടോ. ആരാ കൊണ്ടുവന്നത്? ഇൽത്തുമിഷ്. നമ്മുടെ ഇൽത്തുമിഷ് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട രണ്ട് നാണയമാണ് ഇത്, തങ്കയും ജിറ്റാളും കേട്ടോ. തങ്കയും ജിറ്റാളും ആരാ കൊണ്ടുവന്നത്? ഇൽത്തുമിഷ് ആണ് കേട്ടോ. അതിൽ നോട്ട് ചെയ്യേണ്ടത് തങ്ക എന്ത് നാണയം, ജിറ്റാൾ എന്ത് നാണയം കേട്ടോ. തങ്ക ഒരു സിൽവർ കോയിനും ജിറ്റാൾ ഒരു എന്ത് കോയിന്? കോപ്പർ കോയിൻ കേട്ടോ. തങ്ക ഒരു സിൽവർ കോയിനും ജിറ്റാൾ എന്താണ്? ജിറ്റാൾ ഒരു കോപ്പർ കോയിനുമാണ് കേട്ടോ. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട നാണയങ്ങൾ ആര് പുറത്തിറക്കി? ഇൽത്തുമിഷ് പുറത്തിറക്കി. ആര് പുറത്തിറക്കി? ഇൽത്തുമിഷ് പുറത്തിറക്കി. ഏതൊക്കെയാണ്? തങ്കയും ജിറ്റാളും. ഓക്കെ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, എക്സാം സ്ഥിരം. അതുപോലെ നമ്മുടെ ഈ ഇൽത്തുമിഷ് സമയത്ത് ഇൽത്തുമിഷ് ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡൽഹി സുൽത്താൻമാരുടെ ലാൻഡ് റവന്യൂ സിസ്റ്റത്തിന്റെ പേരെന്താണ്? അത് ഇൽത്തുമിഷ് കൊണ്ടുവന്ന സിസ്റ്റം ആണ് അല്ലെ. അതാണ് ഏത്? ഇക്ത സിസ്റ്റം അല്ലെ. ഇക്ത എന്താണെന്നൊക്കെ ഞാൻ ഡൽഹി സുൽത്താന്റെ ചാപ്റ്ററിൽ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്, എന്താണ് ഇക്ത എന്നല്ലേ. ഇക്ത ഡൽഹി സുൽത്താൻമാരുടെ എന്താണ്? ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റം ആണ്. അത് ഇംപ്ലിമെന്റ് ചെയ്ത ആരാണ്? അത് ഇംപ്ലിമെന്റ് ചെയ്തത് നമ്മുടെ ഇൽത്തുമിഷ് ആണ്. ആരാണ്? ഇൽത്തുമിഷ് ആണ് അത് എന്ത് ചെയ്യുന്നത്? ഇംപ്ലിമെന്റ് ചെയ്തത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൽത്തുമിഷ് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ ഈ രണ്ട് നാണയം നോട്ട് ചെയ്ത് വെക്കുക. അതും എന്ത്? തങ്ക ഒരു സിൽവറും ജിറ്റാൾ ഒരു കോപ്പർ കോയിൻ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, which of the following ruler was the founder of ഖിൽജി ഡൈനാസ്റ്റി? ഖിൽജി വംശത്തിന്റെ സ്ഥാപകൻ ആരാണ് അല്ലെ? ഖിൽജി. ഇപ്പൊ ഖിൽജി വംശത്തിൽ ഏറ്റവും പേരെടുത്തത് അലാവുദ്ദീൻ ഖിൽജി ആണെങ്കിലും നമുക്കറിയാം അലാവുദ്ദീൻ അല്ല സ്ഥാപകൻ. അലാവുദ്ദീൻ ഖിൽജിയുടെ മാമൻ ജലാലുദ്ദീൻ ഖിൽജിയാണ് ഫൗണ്ടർ അല്ലെ. നമ്മുടെ ചോദ്യം ഫൗണ്ടർ ആണ് അല്ലെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഡൈനാസ്റ്റിയുടെയും കൃത്യമായി എന്ത് പഠിച്ചിരിക്കുക? സ്ഥാപകൻ ആരെന്ന് പഠിച്ചിരിക്കണം അല്ലെ. സോ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൽ 5 ഡൈനാസ്റ്റിയാ ഉള്ളത് അല്ലേ. അതൊക്കെയാ? സ്ലേവ് ആര്? മാമുലുക്ക് ഡൈനാസ്റ്റി. ആരാ ഫൗണ്ടർ? നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്ക്. രണ്ടാമത്തത് ഏത്? ഖിൽജി അല്ലെ. ഏത് ഖിൽജി? ജലാലുദ്ദീൻ. ഇനി മൂന്നാമത്തെ നമ്മുടെ തുഗ്ലക്ക് ഡൈനാസ്റ്റി ആയിരുന്നു അല്ലേ. ആരാ തുഗ്ലക്കിന്റെ ഫൗണ്ടർ? ഏത് തുഗ്ലക്ക? ഗിയാസുദ്ദീൻ അല്ലേ. ഏത് തുഗ്ലക്കാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ആണ് തുഗ്ലക്ക് ഡൈനാസ്റ്റി. ദെൻ ഫോർത്ത് വൺ നമ്മുടെ സെയ്ദ് ഡൈനാസ്റ്റി. സെയ്ദ് ആരാടാ? നമ്മുടെ തിമൂറിന്റെ ഗവർണർ അല്ലെ. തിമൂർ വന്നല്ലേ പിടിച്ചെടുത്തത് അല്ലെ. തിമൂറിന്റെ ഗവർണർ ആര്? കിസർ ഖാൻ. കിസർ ഖാൻ ആണ് സെയ്ദ് ഡൈനാസ്റ്റി. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ലോധി ഡൈനാസ്റ്റി അല്ലെ. ലോധി ആരാ? ഏത് ലോധി? ബഹ്ലൂല് ലോധി അല്ലെ. ഈ 5 പേര്, ഈ 5 പേരാണ് ഈ 5 ഡൈനാസ്റ്റി. നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിലെ 5 ഡൈനാസ്റ്റിയാണ്. മാമുലുക്ക് സ്ലേവ് ഡൈനാസ്റ്റി, ഖിൽജി ഡൈനാസ്റ്റി, തുഗ്ലക്ക്, സെയ്ദ്, ലോധി. സോ ഈ 5 ഡൈനാസ്റ്റിയോടും കൃത്യമായും എന്ത് പഠിച്ചിരിക്കുക? ഫൗണ്ടർ പഠിക്കുക. ഉറപ്പായിട്ടും ഡൽഹി സുൽത്താനേറ്റ് ചാപ്റ്ററിൽ അവർ ചോദിക്കാൻ പോണ്ട ക്വസ്റ്റ്യൻ ആണ് ഈ ഡൈനാസ്റ്റികളുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. സോ കൃത്യമായും ഈ 5 പേരുടെയും പേരെന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്, ഹൂ എമംഗ് ദ ഫോളോയിങ് റോട്ട് ദ സ്റ്റോറി ഓഫ് റാണി പത്മാവതി ഓഫ് ചിറ്റൂർ അല്ലെ. നമ്മുടെ ചിറ്റൂരില് നമ്മുടെ റാണി പത്മാവതിയുടെ കഥ പറഞ്ഞൊരു ബുക്ക് ഉണ്ടല്ലേ, പത്മാവത് അല്ലെ. നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി അല്ലെ അവിടെ പോവുകയും
നമ്മുടെ റാണി എന്ത് ചെയ്യുകയും ജൗഹർ ചെയ്യുകയൊക്കെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ജൗഹർ എന്ന് പറഞ്ഞാൽ എന്താണ്, തീയിലേക്ക് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവം അല്ലെ. സോ ആ കഥ എഴുതിയ, ആ പത്മാവത് എന്ന നോവൽ എഴുതിയത് ആര്? പത്മാവത് എന്ന നോവൽ എഴുതിയത് ആരാടാ? യെസ്, ആരാണ്? ഓപ്ഷൻ ഡി, മാലിക് മുഹമ്മദ് ജേസി. നമ്മുടെ മാലിക് മുഹമ്മദ് ജേസി എഴുതിയ ഒരു പ്രധാനപ്പെട്ട ഒരു മിഡീവൽ ഹിസ്റ്ററിയിലെ ഒരു നോവലാണ് പത്മാവത് അല്ലെ. ആ പത്മാവതിൽ നമ്മുടെ റാണി പത്മിനിയുടെയും അല്ലെ രാജാ രത്ന സിംഗിന്റെയും അവരുടെ ഭർത്താവാണ് അല്ലെ നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി അല്ലെ ആ കഥ പറയുന്ന ഒരു നോവലായിരുന്നു അല്ലെ. സോ ഒരു ഇമ്പോർട്ടന്റ് ചരിത്ര നോവലാണ് പത്മാവത്. അതുപോലെ ഓപ്ഷൻ സി, സിയാവുദ്ദീൻ ഭരണി. പുള്ളിയും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പുള്ളി ഇതൊരു ബുക്കാണ് താരിഖ് താരിഖ് ഐ ഫിറോസ് ഷാഹി. നമ്മുടെ തുഗ്ലക് വംശത്തിലെ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ബയോഗ്രാഫി ഫിറോസ് ഷാ ഷാഹി എന്ന ബുക്ക് എഴുതിയത് ഈ സിയാവുദ്ദീൻ ഭരണിയാണ്. സോ ഒരു ഇമ്പോർട്ടന്റ് ആളാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ബുക്കാണ് കേട്ടോ. സോ നോട്ട് ചെയ്യുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഫിറോസ് ഷാ ഷാഹി എഴുതിയത് ആരാണ്? സിയാവുദ്ദീൻ ഭരണി. അതുപോലെ അമീർ ഖുസ്രു, നമ്മുടെ ഹിന്ദുസ്ഥാനി സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അല്ലെ നമ്മുടെ അമീർ ഖുസ്രു അല്ലെ. അമീർ ഖുസ്രു എന്തുകൊണ്ടാ? അമീർ ഖുസ്രു ആണ് നമ്മുടെ സിത്താർ, തബല, അതുപോലെ സാരോദൊക്കെ കണ്ടെത്തിയത് അല്ലെ. ഹിന്ദുസ്ഥാനി സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇത് അല്ലെ. ഇതൊക്കെ കണ്ടെത്തിയത് ആരാ? അമീർ ഖുസ്രു. അതുപോലെ അമീർ ഖുസ്രു എഴുതിയ രണ്ട് പ്രധാനപ്പെട്ട ബുക്സുകളുണ്ട്. അതിലൊന്നാണ് ലൈല മജ്നു. അമീർ ഖുസ്രു ഏറ്റവും അധികം ഒരു വർക്ക്സ് ആണ് ലൈല മജ്നു. പിന്നെ ഒന്നാണ് നമ്മുടെ തുഗ്ലക്ക് നാമ അല്ലെ. തുഗ്ലക് നാമ. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കൃതികൾ ആരെഴുതിയിട്ടുണ്ട്? അമീർ ഖുസ്രു. ഏതൊക്കെയാണ്? ലൈല മജ്നുവും തുഗ്ലക് നാമയും. സോ ബുക്സ് ആൻഡ് ഓതേഴ്സിൽ ഞാനിവിടെ എഴുതുന്ന ബുക്സുകളൊക്കെ നിങ്ങൾ ഒരു പേപ്പറിൽ മിഡിൽ ഹിസ്റ്ററിയിലെ ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് മിഡിൽ ഹിസ്റ്ററിയിലെ ബുക്സും അതിന്റെ ഓതേഴ്സും ഇവിടെ വെച്ച് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, കണ്ടല്ലോ ഏതൊക്കെയാണ് ബുക്ക് എന്ന്. അപ്പൊ പത്മാവത് എഴുതിയത് ആരാണ്? ജെ.എസ്.സിയുടെ പത്മാവത്. അതുപോലെ താരിഖ് ഫിറോസ് ഷാ ഷാഹി എഴുതിയത് ആരാ? സിയാവുദ്ദീൻ ഭരണി. നമ്മുടെ ആ ഒരു ഞാൻ ചെയ്തിട്ടുള്ള ആ ഡൽഹി സുൽത്താനത്തിന്റെ വീഡിയോ കറക്റ്റ് കണ്ട് നോട്ട് എഴുതി പഠിച്ചവർക്ക് ഇപ്പൊ ഈ സെറ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. കാരണം ഈ സെറ്റിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ചാപ്റ്ററിൽ നിന്ന് വന്നതാ. ഇപ്പൊ ചോദിച്ച എല്ലാം ഡൽഹി സുൽത്താനേറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. മുഗൾ ഡൈനാസ്റ്റിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. എല്ലാം ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എല്ലാം എവിടെയാണ്? ഡൽഹി സുൽത്താനേറ്റ്. അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. കണ്ടിട്ടുള്ളവർ കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട്? ആൻസർ ചെയ്യുന്നുണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാണ്, വിച്ച് ഡൽഹി സുൽത്താൻ ഇൻട്രൊഡ്യൂസ്ഡ് മാർക്കറ്റ് കൺട്രോൾ പോളിസി? യെസ്, മാർക്കറ്റ്. ഡൽഹിയിലെ മാർക്കറ്റുകളിൽ വലിയൊരു പരിഷ്കാരം കൊണ്ടുവന്ന റൂളർ അതാരാണ്? നമ്മുടെ ഓപ്ഷൻ ബി, അലാവുദ്ദീൻ ഖിൽജിയാണ് അല്ലെ. അലാവുദ്ദീൻ ഖിൽജിയാണ് ഡൽഹി മാർക്കറ്റിൽ വലിയൊരു പരിഷ്കാരം അല്ലെ. കാരണം ഡൽഹിയുടെ മാർക്കറ്റിനെ മൂന്നായി തിരിച്ചു. ആവശ്യ വസ്തുക്കൾ അനുസരിച്ച് നമുക്ക് 3 മാർക്കറ്റിൽ പോകാൻ പറ്റും അല്ലെ. ചില മാർക്കറ്റിൽ എന്താണ്? ഫുഡിന്റെ ആവശ്യങ്ങൾ അല്ലെ, നമ്മുടെ ഭക്ഷ്യസാധനങ്ങളാണെങ്കിൽ. ചില മാർക്കറ്റിൽ എന്താ? തുണികളും അതുമായി ബന്ധപ്പെട്ട കാര്യം. മൂന്നാമത്തെ മാർക്കറ്റിലാണെങ്കിൽ അടിമകളും കുതിരകളൊക്കെ അല്ലെ. ചാപ്റ്റർ നമ്മൾ പഠിച്ചത്. അതുപോലെ ആ മാർക്കറ്റുകളിൽ ആ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഡിപ്പാർട്ട്മെന്റ് ദിവാനൈ റിയാസത്ത് അല്ലെ. ഡൽഹിയിലെ മാർക്കറ്റുകളിൽ അലാവുദ്ദീൻ ഖിൽജി സ്ഥാപിച്ച ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാനൈ റിയാസത്ത് എന്ന് പറയും അല്ലെ. സോ അത് കൊണ്ടുവന്ന ആരടാ? നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി. വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അലാവുദ്ദീൻ ഖിൽജി, അലി ഗർഷാബ് അല്ലെ. അലി ഗുർഷാബ് അലാവുദ്ദീൻ യഥാർത്ഥ പേരാ അലി ഗർഷാബ്. അലാവുദ്ദീൻ ഖിൽജി ആണ് അത് കൊണ്ടുവന്നത് അല്ലെ. ഇതാണ് ദിവാനൈ റിയാസത്ത് എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റ്. എവിടെയാ? ഡൽഹിയിലെ മാർക്കറ്റുകൾ ആണ്. മാർക്കറ്റ് കൺട്രോൾ പോളിസി എന്താ? കമ്പോള പരിഷ്കരണം എന്ന് പറയും. ഓക്കെ, ദെൻ അടുത്ത സ്ലൈഡ് പോയാലോ. അടുത്ത ചോദ്യം, എ സുൽത്താൻ ഓഫ് ഡൽഹി ഹാഡ് ക്രിയേറ്റഡ് എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വീണ്ടും ഡിപ്പാർട്ട്മെന്റ്. എന്ത് ഡിപ്പാർട്ട്മെന്റ് ഇത്? അഗ്രികൾച്ചർ. സോ നമുക്ക് ഓപ്ഷനിലോട്ടൊന്ന് പോവാം. റിയാസത്ത് എന്ത് ഡിപ്പാർട്ട്മെന്റ്? അത് ഇപ്പൊ പഠിച്ചോളൂ അല്ലേ. ഡൽഹിയുടെ മാർക്കറ്റിൽ അലാവുദ്ദീൻ ഖിൽജി കൊണ്ടുവന്ന ഡിപ്പാർട്ട്മെന്റ് അതല്ല. ദെൻ ആരിസ് നമ്മൾ നേരത്തെ പഠിച്ചതാ. ആരിസ് എന്താ? മിലിറ്ററി ആണ് അല്ലെ. സോ എന്തായാലും ഇത് രണ്ടും അല്ല, എയും അല്ല സിയും അല്ല. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഏതൊക്കെയാന്ന് നോക്കാം. ഇതില് ഖൈറാത്ത് എന്ന ഡിപ്പാർട്ട്മെന്റ്, ദിവാനെ ഖൈറാത്ത് എന്ന ഡിപ്പാർട്ട്മെന്റ് എന്താന്ന് ചോദിച്ചാൽ അതൊരു ചാരിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ്. ചാരിറ്റി
ഫോർ വുമൺസ്, അതും വിഡോ വുമൺസ് കേട്ടാ കേട്ടാ, വിഡോസിനും അതുപോലെ തന്നെ എന്താണ് ഓർഫൺസിനും, അനാഥരായ കുട്ടികൾക്കും കേട്ടാ, അതായത് വിധവകളായ സ്ത്രീകൾക്കും അനാഥരായ കുട്ടികൾക്കും വേണ്ടി ആരംഭിച്ച ഒരു ചാരിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് ഖൈറാത്ത്. ഖൈറാത്ത് കൊണ്ടുവന്ന നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക് ആണ് കേട്ടോ. ഡൽഹി സുൽത്താനേറ്റിലെ തന്നെ തുഗ്ലക് വംശത്തിലെ ഫിറോസ് ഷാ തുഗ്ലക് സ്ഥാപിച്ച ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാനെ ഖൈറാത്ത്. എന്തായാലും അതല്ല. സോ ആൻസർ ഏതാ? ആൻസർ ഓപ്ഷൻ ബി, ദിവാനൈ കോഹി. ഈ കോഹി ഇങ്ങനെ ഓർത്താൽ മതി, കൃഷി അല്ലെ, കോഹി കൃഷി, അങ്ങനെ ഓർത്താൽ മതി. കോഹി കൃഷി, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, കോഹി കൃഷി എന്ന് ഓർത്താൽ മതി. ഈ കോഹി ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ചാരെന്നറിയോ? അത് ഏ സുൽത്താൻ എന്നറിയോ? ഏ സുൽത്താൻ ഓഫ് ഡൽഹി. അത് ഏ സുൽത്താൻ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് കേട്ടോ. മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് കർഷകർക്ക് വേണ്ടി ദിവാനെ കോഹി എന്ന് പറയുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ചത് കേട്ടോ. ദിവാനെ കോഹി ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ചത് ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. സോ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായി എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എന്താണ് ചോദിക്കും. ഈ ഡിപ്പാർട്ട്മെന്റുകൾ ഡൽഹി സുൽത്താനേറ്റിൽ നിന്നും NDPSC എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. കാരണം ലാസ്റ്റ് ഇയർ SSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ TCS ഉറപ്പായിട്ടും NDPSCക്കും ഗ്രൂപ്പ് ഡിക്കും ഒക്കെ എവിടെ ചോദിക്കാം, ഈ ഒരു ഭാഗത്തും ചോദിക്കാം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക് decided to shift his capital from ഡൽഹി ടു എവിടേക്ക്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഈ ഡൽഹി സുൽത്താനേറ്റിന്റെ ആദ്യത്തെ ക്യാപിറ്റൽ എവിടെയായിരുന്നു? അത് ലാഹോർ ആയിരുന്നു അല്ലെ. ഡൽഹി സുൽത്താനയുടെ ഫസ്റ്റ് ക്യാപിറ്റൽ ലാഹോർ. ആരുടെ സമയത്താ? കുത്തുബുദ്ദീൻ ഐബക്കിന്റെ സമയത്ത്. പിന്നെ ആ ക്യാപിറ്റല് എന്ത് ചെയ്തു? ഡൽഹിയിലേക്ക് മാറ്റി, രണ്ടാമത്തെ ക്യാപിറ്റൽ അല്ലെ. അത് ആരാ ഡൽഹിയിലേക്ക് മാറ്റിയത്? രണ്ടാമത്തെ റൂളറായ ഇൽത്തുമിഷ് ആണ് അത് മാറ്റിയത് അല്ലെ. ഇൽത്തുമിഷ് അത് മാറ്റി, പിന്നെ ഡൽഹി തന്നെയായിരുന്നു ഇരുന്നത്. അപ്പോഴാണ് നമ്മുടെ തുഗ്ലക്, തുഗ്ലക് മുഹമ്മദ് ബിൻ തുഗ്ലക് AD 1327 തലസ്ഥാനത്തെ ഒന്ന് മാറ്റി. എവിടേക്ക്? ദേവഗിരിയിലേക്ക് അല്ലെ. എവിടേക്കാണ് മാറ്റിയത്? ആൻസർ എ, ദേവഗിരി അല്ലെ. ദേവഗിരിക്ക് വേറൊരു പേരുണ്ടല്ലോ, പേര് മാറിയപ്പോ എന്തെന്നു ആയി? ദൗലത്താബാദ് അല്ലെ. ദേവഗിരി ബിക്കം ദൗലത്താബാദ്. ദൗലത്താബാദിലേക്ക് എന്തിനെ മാറ്റി? ക്യാപിറ്റൽ മാറ്റി. ഏത് വർഷം? 1327. ഇവിടെ നിന്ന് ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലേക്ക് എന്തിനെ ഷിഫ്റ്റ് ചെയ്തു? ക്യാപിറ്റലിനെ ഷിഫ്റ്റ് ചെയ്തു. ഏത് വർഷം? 1327 അല്ലെ. സോ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് അല്ലെ. സോ വർഷം നോട്ട് ചെയ്ത് വെച്ചോ, വർഷം ചോദിക്കാം. 1327 ദേവഗിരിയിലേക്ക് എന്ത് ചെയ്തത്? ക്യാപിറ്റലിനെ ഷിഫ്റ്റ് ചെയ്തത്. ആരാ ഷിഫ്റ്റ് ചെയ്തത്? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് ക്യാപിറ്റൽ. അതുപോലെ ഈ ദേവഗിരി ആദ്യം പിടിച്ചെടുത്ത ആരെന്ന് ചോദിക്കും. ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ യാദവ എന്ന് പറയുന്ന വംശത്തിന്റെ ക്യാപിറ്റൽ ആയിരുന്നു. ഇത് പിടിച്ചെടുത്തത് AD 1307 നമ്മുടെ ഖിൽജിയ. ഏത് ഖിൽജി? അലാവുദ്ദീൻ കേട്ടോ. അതും ഇടയ്ക്ക് എക്സാം ചോദിച്ചു കേട്ടാ. ദേവഗിരി 1307 പിടിച്ചെടുത്ത ഡൽഹി സുൽത്താൻ ആര്? അലാവുദ്ദീൻ ഖിൽജിയ. അലാവുദ്ദീൻ ഖിൽജിയാണ് 1307 ഇത് യാദവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തു. അതിനുശേഷം ഇതിനെ ക്യാപിറ്റൽ ആക്കിയത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. അതേ വർഷം 1327 തലസ്ഥാനമായത് അല്ലെ. പക്ഷെ നമുക്കറിയാം എന്താ പറ്റിയത്? അവിടെ പോയപ്പോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അല്ലെ. അങ്ങനെ വീണ്ടും തിരിച്ച് ഇയാളെ തന്നെ അവിടെ കൊണ്ടുവച്ചു, ഡൽഹി തന്നെ കൊണ്ടുവച്ചു അല്ലെ. അങ്ങനെയാണ് പുള്ളിക്ക് ഒരു പേര് കിട്ടിയത്, ബുദ്ധിമാനായ വിഡ്ഢി അല്ലെ, മണ്ടൻ രാജാവ് എന്നൊക്കെ ഒരു പേര് കിട്ടിയത് അല്ലെ. പുള്ളി കാണിച്ചൊരു മണ്ടത്തരമൊക്കെ ആയിരുന്നു, നമ്മൾ പഠിച്ചതാണ് ആ ചാപ്റ്ററിൽ അല്ലെ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് ആഗ്ര സിറ്റി? ആഗ്ര സിറ്റിയുടെ സ്ഥാപകനായി അല്ലെ. അതായത് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിന്റെ ക്യാപിറ്റൽ നമ്മളിപ്പോ കണ്ടതാണ്. ഏറ്റവും ലാസ്റ്റ് എവിടെ ഇരിക്കുന്നത്? ഡൽഹി തന്നെയായി അല്ലെ. ദേവഗിരി കൊണ്ടുപോയെങ്കിലും തുഗ്ലക് വീണ്ടും ഡൽഹി കൊണ്ടുവച്ചു. പിന്നെ അങ്ങോട്ടും ഡൽഹി തന്നെയായിരുന്നു. എന്നാൽ ഏറ്റവും അവസാനം നമ്മൾ കണ്ടതാണ് ക്യാപിറ്റൽ എവിടേക്ക് മാറിയതാണ്? ആഗ്രയിലേക്ക് മാറി അല്ലെ. ഏറ്റവും അവസാനം ക്യാപിറ്റൽ എവിടെ മാറും? ആഗ്രയിലേക്കാവും. ആരാണ് ആഗ്ര സിറ്റി കെട്ടിയത്? ഇപ്പൊ ഈ വർഷത്തെ GD എക്സാമിന്, ഇപ്പൊ ഈ കഴിഞ്ഞ ലാസ്റ്റ് മന്തിലെ GDക്കും ചോദിച്ചതാണ്, ഹൂ ബിൽഡ് ആഗ്ര സിറ്റി? ആഗ്ര സിറ്റി കിട്ടിയത് നമ്മുടെ 5ാമത്തെ സുൽത്താൻ വംശത്തില്,
അത് ലോധി വംശത്തിലെ സിക്കന്ദർ ലോധി. ഹു ബിൽഡ് ആഗ്ര സിറ്റി? സിക്കന്ദർ ലോധി. സിക്കന്ദർ ലോധിയാണ് എന്ത് നിർമ്മിച്ചത്? ആഗ്ര സിറ്റി നിർമ്മിച്ചത്. കേട്ടോ, ആഗ്ര സിറ്റി നിർമ്മിച്ചത് ആരാടാ? സിക്കന്ദർ ലോധി. സിക്കന്ദർ ലോധിയാണ് എന്ത് നിർമ്മിച്ചത്? ആഗ്ര സിറ്റി എന്ത് ചെയ്ത്? ബിൽഡ് ചെയ്യുകയും അങ്ങനെ ആഗ്ര സിറ്റി എന്താവുകയും ചെയ്തു? ക്യാപിറ്റല് ആകുകയും ചെയ്തു. സോ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹു ബിൽഡ് ആഗ്ര സിറ്റി? ആര്? സിക്കന്ദർ ലോധി. ഓക്കെ, ദെൻ അടുത്ത പോയാലോ? അടുത്ത ചോദ്യം. യെസ്, ഇനി നമുക്ക് വരാൻ പോകുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ അടുത്ത നമ്മളെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എത്തിയിരിക്കുന്നത് മുഗൾ ഡൈനാസ്റ്റി ആയി. കേട്ടോ, നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെയാണ്? മുഗൾസിൽ നിന്നുമാണ്. സോ ഇത്രയും നമ്മളാണ് ഇപ്പൊ ഡൽഹി സുൽത്താനേറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒരു പാറ്റേൺ കണ്ടത് ഇവിടെ നിന്ന്, അല്ലേ? സോ ഡൽഹി സുൽത്താനിൽ നിന്നുള്ള പാറ്റേൺസിലെ ചോദ്യങ്ങളെല്ലാം നമ്മളിപ്പോ കണ്ടതാണ്. സോ അതുമായി ബന്ധപ്പെട്ട ഒരു ഡൽഹി സുൽത്താന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കൂടെ ഒന്നുകൂടെ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ നമുക്ക് ഇനി മുഗൾസിലോട്ട് പോയാലോ? സോ മുഗൾസിൽ എന്തൊക്കെയാണ് പാറ്റേൺ എന്ന് ചോദിച്ചുള്ളത്. സോ ഫസ്റ്റ് നമുക്ക്, ആരാണ് മുഗൾ ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ? അത് ബാബറാണ്, അല്ലെ? ബാബറാണ് മുഗൾ ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ, അല്ലെ? ബാബർ ആരെ തോപ്പിച്ചുകൊണ്ടാണ് മുഗൾ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്? അത് ഡൽഹിയിലെ അവസാനത്തെ സുൽത്താൻ, നമ്മളിപ്പോ ലാസ്റ്റ് പഠിച്ച ഡൽഹി സുൽത്താൻ, ലാസ്റ്റ് സുൽത്താൻ ആരാ? അത് ഇബ്രാഹിം ലോധിയാണ്, അല്ലെ? ഈ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബാബർ എന്ത് ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? മുഗൾ ഡൈനാസ്റ്റി. ആ യുദ്ധം ഏതാ? അതാണ് ഫസ്റ്റ് പാനിപ്പത്ത് എന്ന് പറയും, അല്ലെ? ഏത് വർഷം ഒന്നാം പാനിപ്പത്ത്? 1526, അല്ലെ? 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം, അല്ലെ? ആരൊക്കെ തമ്മില്? ബാബറും ആരും തമ്മില്? ഇബ്രാഹിം ലോധിയും തമ്മിൽ, അല്ലെ? അതിനുശേഷമാണ് ബാബർ മുഗൾ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ബാബർ ഇന്ത്യയിൽ ഒരു 3 യുദ്ധം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിന്യൂസ് വർഷം. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 26 ആണെങ്കിൽ അടുത്ത 27, ദെൻ 28, ദെൻ 1529. ഈ കണ്ടിന്യൂസ് 4 വർഷങ്ങളിൽ 4 യുദ്ധം. കേട്ടോ, അതിന് നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഫസ്റ്റ് ഇതിന്റെ പേരെന്താ? പാനിപ്പത്ത് എന്നല്ലേ? പി, പി അടുത്ത് കെ, അടുത്ത് സി, അടുത്ത് ജി. ഈ 4 ലെറ്റർ പഠിച്ചാൽ ബാബറിന്റെ ഈ 4 യുദ്ധവും വർഷവും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പി കെ സി ജി, പി കെ സി ജി അങ്ങനെ ഓർത്താൽ മതി. കേട്ടാ, പി കെ തേർഡ് ലെറ്റർ, എ ബി സിയിൽ 3ാമത്തെ ലെറ്റർ അല്ലേ സി, അതുപോലെ പി കെ സി തേർഡ് ലെറ്റർ സി ആണ്, അതായത് ജി, പി കെ സി ജി. ഇനി നമുക്ക് ഫുള്ള് എഴുതിയാലോ? പി ഫോർ എന്താ? പാനിപ്പത്ത്, ഒന്നാം പാനിപ്പത്ത്, അല്ലെ? കെ ഫോർ കൻവ, എന്താണ്? ബാറ്റിൽ ഓഫ് കൻവ. സി ഫോർ ചന്ദേരി, സി ഫോർ ചന്ദേരി. ജി ഫോർ ഗാഗ്ര, ജി ഫോർ എന്താണ്? ഗാഗ്ര. കേട്ടോ, സോ അങ്ങനെ ഈ ഒരു 4 ലെറ്റർ ഓർത്ത് വെച്ചാൽ ഇപ്പൊ ചോദിക്കും ബാറ്റിൽ ഓഫ് കൻവ ഏത് വർഷം? കൻവ ഏത് വർഷം ചോദിച്ചാൽ പി കെ രണ്ടാമത്തെ ലെറ്റർ, രണ്ടാമത്തെ ആണെങ്കിൽ 26, 27. സോ ആൻസർ ഏതാ? 27, അല്ലേ? ചന്ദേരി ഏത് വർഷം? പി കെ സി 26, 27, സി 3ാമത്തെ ലെറ്ററിൽ 28, അല്ലെ? സോ നിങ്ങൾക്ക് വർഷം എഴുതാൻ ഈ ഒരു ഓർഡർ പഠിച്ചു വെച്ചാൽ കിട്ടും. ഇനി നമ്മുടെ ചോദ്യം ഇപ്പൊ ഇതിൽ വർഷമല്ല, നിങ്ങൾ ബാറ്റിൽ ഓഫ് ചന്ദേരി നമ്മുടെ ചോദ്യം, അല്ലേ? ചന്ദേരി നമുക്കറിയാം പി കെ സി, അപ്പൊ 28. പക്ഷെ നമ്മുടെ ചോദ്യം എന്താ? ആരൊക്കെ തമ്മില? ബാബറും ആര്? സോ നമുക്ക് നോക്കാം. ഒന്നാം പാനിപ്പത്ത് ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു. കൻവ ബാബറും റാണ സംഗ എന്ന് പറയുന്ന ഒരു രജപുത്ര രാജാവും തമ്മിലാണ്. സോ ഓപ്ഷൻ ഉണ്ടല്ലേ? സോ വെട്ടിക്കളെ, അല്ലെ? എന്തായാലും ചന്ദേരി റാണ സംഗ അല്ല, അല്ലെ? അതുപോലെ ഇബ്രാഹിം ലോധിയും അല്ല, അല്ലെ? കാരണം ഇബ്രാഹിം ലോധി ഒന്നാം പാനിപ്പത്ത്, റാണ സംഗ നമുക്ക് ഇപ്പൊ കിട്ടിയതാ കൻവ യുദ്ധം. ഇനി ചന്ദേരി, നമ്മുടെ ചോദ്യം. ചന്ദേരി യുദ്ധം ബാബറും മേധനി റായി എന്ന് പറയുന്ന രജപുത്ര രാജാവ്. സോ ആൻസർ നമുക്ക് കിട്ടി ഓപ്ഷൻ സി, മേധനി റായ്. മേധനി റായും ബാബറും തമ്മിലായിരുന്നു ഏത് യുദ്ധം? ദ ബാറ്റിൽ ഓഫ് ചന്ദേരി. ഏത് വർഷം? 1528. അല്ലാണ്ടാ ഞാൻ പറയാം, നിങ്ങൾക്ക് യുദ്ധമാണ് 2 പാറ്റേണേ ഉള്ളൂ ചോദ്യം. എന്ത്? ഏത് വർഷം, ആരൊക്കെ തമ്മിൽ. സോ കണ്ട, ഇവിടെ നമുക്ക് കിട്ടിയത് ആരൊക്കെ തമ്മിൽ എന്നാണ്. സോ ഈ വർഷം നമ്മൾ ഈ ഓർഡർ പഠിച്ചാൽ മതി. പി കെ സി ജി 26, 27, 28, 29, അല്ലെ? അപ്പൊ ഇനി 29 ആരാ? ഗാഗ്ര യുദ്ധം ബാബറും ഓപ്ഷൻ ഡി മുഹമ്മദ് ലോധി, അല്ലെ? ബാബറും
മുഹമ്മദ് ലോധിയും തമ്മിലായിരുന്നു ഏത് യുദ്ധം? 1529 ഏത് യുദ്ധം? ഗാഗ്ര. ഈ 4 യുദ്ധവും കൃത്യമായി പഠിച്ചോ, ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ കൃത്യമായും നോട്ട് ചെയ്ത് വെച്ച് ഏത് വർഷം ആരൊക്കെ തമ്മിൽ കൃത്യമായും പഠിച്ചു വെക്കുക. ഉറപ്പായിട്ടും 100% ഉറപ്പാണ്. 1-2 പേർക്ക് ഇതിലൊരു യുദ്ധം എന്ത് ചെയ്യും? തീർച്ചയായും ചോദിക്കുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം ഇതാണ്. ദ ഫേമസ് മോണമെന്റ് ആരംബാഗ് വാസ് ബിൽഡ് ബൈ ബാബർ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ എവിടെയാണ്? സോ ആരംബാഗ് ഈ മുഗൾസ് എന്ന് പറഞ്ഞ വളരെ ഈ ഗാർഡനിങ്ങിന് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിരുന്ന റൂളേഴ്സ് ആയിരുന്നു. കാരണം മുഗൾ ഡൈനാസ്റ്റിയിലെ റൂളേഴ്സ് എല്ലാവരും നല്ല ഗാർഡനേഴ്സ് ആയിരുന്നു. അപ്പോ അതിന്റെ തുടക്കമിട്ടത് ആരാണ്? നമ്മുടെ ബാബർ കേട്ടാ. മുഗൾ ഗാർഡനിങ്ങിന്റെ തുടക്കമിട്ടത് ആരാണ്? ബാബറാണ്. ബാബർ കെട്ടിയ ഒരു പൂന്തോട്ടമാണ് ഈ ആരംബാഗ് എന്ന് പറയുന്നത്. അത് എവിടെയാണ് നമ്മുടെ ചോദ്യം? സോ അതിരിക്കുന്നത് ആഗ്രയിലാണ്. എവിടെയാണ്? ആഗ്ര. ആഗ്രയിലാണ് ആരംബാഗ് വരുന്നത്. ആരംബാഗിന് ആരംബാഗാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മുഗൾ ഗാർഡൻ. ഇനി മുഗൾ ഗാർഡൻസിന്റെ ഒരു ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് അത് നമ്മുടെ മുഗൾ എംപററായ ജഹാംഗീറിന്റെ കാലഘട്ടമായിരുന്നു. കാരണം ഭയങ്കരമായി ഗാർഡനിങ് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ജഹാംഗീർ. അപ്പൊ ജഹാംഗീർ നമ്മുടെ ശ്രീനഗറിൽ ഒരു 1-2-3 ഗാർഡൻ കെട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ഗാർഡൻ ആണ് ശ്രീനഗറിലെ ഷാലിമാർ ഗാർഡൻ. ശ്രീനഗറിലെ ഷാലിമാർ, അതുപോലെ നിഷാദ് ഗാർഡൻ, നിഷാദ്, അതുപോലെ ഒന്നാണ് വെരിനാഗ് ഗാർഡൻ. ഈ വെരിനാഗ് നമ്മുടെ ജലം നദിയുടെ ഉത്ഭവ സ്ഥലം കൂടിയാണ്. ഈ ഗാർഡന്റെ അകത്താണ് അല്ലെ ജലത്തിന്റെ ഒറിജിൻ അല്ലെ. സോ ഇത് നമ്മുടെ ജഹാംഗീർ കെട്ടിയ ഗാർഡൻസ് ആണ് ശ്രീനഗറിലെ ഷാലിമാർ, നിഷാദ്, വെരിനാഗ്. ഈ ഷാലിമാർ പറഞ്ഞപ്പോൾ നമ്മുടെ ലാഹോറിൽ, ലാഹോർ എന്ന് പറയാൻ നമുക്കറിയാം പാകിസ്ഥാനിലാണ് അല്ലേ. ഈ പാകിസ്ഥാനിൽ ഒരു ഷാലിമാർ ഗാർഡൻ ഉണ്ട്. എവിടെ? പാകിസ്ഥാനിൽ കേടാ. ഇപ്പൊ നമ്മൾ കണ്ട ഷാലിമാർ ഇന്ത്യയില്, അവിടെ ശ്രീനഗർ. ഈ ശ്രീനഗറിലെ ഷാലിമാർ ഗാർഡൻ കെട്ടിയത് ജഹാംഗീറാണ്. പക്ഷേ ലാഹോറിലെ ഷാലിമാർ ഗാർഡൻ കെട്ടിയത് നമ്മുടെ ഷാജഹാനാണ് കേട്ടാ. അത് ജഹാംഗീറിന്റെ മോൻ, ജഹാംഗീറിന്റെ മകനായ ഷാജഹാനാണ് ഷാലിമാർ, എവിടത്തെ ഷാലിമാർ? ലാഹോറിലെ ഷാലിമാർ ഗാർഡൻ കെട്ടിയത് കേട്ടാ. ലാഹോറിലെ ഷാലിമാർ ഗാർഡൻ കെട്ടിയത് ആരാണ്? ആരാണ്? നമ്മുടെ ഷാജഹാൻ. പക്ഷെ ഇന്ത്യയിൽ ശ്രീനഗറിലെ ഷാലിമാർ കെട്ടിയത് ആരെന്ന് ചോദിച്ചാൽ ശ്രീനഗറിലെ ഷാലിമാർ കെട്ടിയത് ആരാണ്? ശ്രീനഗറിലെ ഷാലിമാർ കെട്ടിയത് നമ്മുടെ ജഹാംഗീർ ആണ്. ആരാണ്? ജഹാംഗീർ. ഓക്കെ, അടുത്ത സ്ലൈഡ് പോയാലോ? അടുത്ത ചോദ്യം, ഹൂ റോട്ട് ഹുമയൂൺ നാമ? ഈ മുഗളന്മാരുടെ കുറച്ച് പ്രധാനപ്പെട്ട, മുഗൾ ഡൈനാസ്റ്റിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3-4 റൂളേഴ്സിന്റെ ബുക്സുകളുണ്ട്. നമ്മുടെ ബുക്സ് ആൻഡ് ഹോഴ്സിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ബുക്കുകളാണ്. അതിലൊന്നാണ് നമ്മുടെ ഫൗണ്ടർ. ആര്? നമ്മുടെ ഫൗണ്ടർ ആരാ? ബാബർ അല്ലെ. നമ്മുടെ ബാബറിന്റെ ഓട്ടോബയോഗ്രഫി അറിയോ? ബാബറിന്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തമായി എഴുതിയെന്നല്ലേ. സോ അതിന്റെ പേരാണ് ബാബർ നാമ എന്ന് പറയും. എന്താണ്? ബാബർ നാമ. ആരാണ് ബാബർ നാമ എഴുതിയത്? ആരാ ബാബർ നാമ എഴുതിയത്? ബാബർ തന്നെയാണ്. ഓട്ടോബയോഗ്രഫി അല്ലേ. ബാബർ നാമ എഴുതിയത് ആര്? ബാബർ. ഇനി ബാബറിന്റെ മോനാണ് ആര്? ഹുമയൂൺ. നമ്മുടെ ചോദ്യം, ഹുമയൂൺ നാമ എഴുതിയത് ആരാണ്? ഹുമയൂൺ നാമ എഴുതിയത് ആരല്ല? ഹുമയൂൺ അല്ല. കാരണം അതൊരു ഓട്ടോബയോഗ്രഫി അല്ല, അതിന്റെ സിസ്റ്ററിന്റെ പേരാണ് ഗുൽബദൻ ബാനു ബീഗം കേട്ടോ. ഗുൽബദൻ ബീഗമാണ് എന്തെഴുതിയത്? ഹുമയൂൺ നാമ എഴുതിയത് കേട്ടോ. സോ ഇമ്പോർട്ടന്റ് ആണ്. ബാബർ നാമ എഴുതിയത് ബാബർ, പക്ഷെ ഹുമയൂൺ നാമ എഴുതിയത് ഹുമയൂൺ അല്ല, ഹുമയൂണിന്റെ സിസ്റ്ററായ ഗുൽബദൻ. ഇനി ഇതില് ഓപ്ഷൻ ബിയും ഡിയും കണ്ട ഇത് നമ്മുടെ ഹുമയൂണിന്റെ 2 ഭാര്യമാരാണ്, ഹമീദ ബീഗവും ബീഗ ബീഗവും. ഇതിൽ ബീഗ ബീഗം നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ബീഗ ബീഗമാണ് ഹുമയൂണിന്റെ ശവകുടീരം അല്ലെ, ഹുമയൂണിന്റെ ടോംബ് അല്ലെ ഡൽഹിയിൽ. ഹുമയൂൺ ടോംബ് ഇരിക്കുന്നത് എവിടെയാ? ഡൽഹിയാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് അല്ലേ. അത് കെട്ടിയത് ആരും ചോദിക്കും, അത് ബീഗ ബീഗം കേട്ടോ. ഹുമയൂണിന്റെ ടോംബ്, അത് ബിൽഡിംഗ് നിർമ്മിച്ചത്
ആരും ചോദിച്ചാൽ ആരാണ്? അദ്ദേഹത്തിന്റെ ഏറ്റവും മൂത്ത ഭാര്യയായ ബീഗമാണ് അത് കെട്ടിയത് കേട്ടാ. ഹമീദ അദ്ദേഹത്തിന്റെ വേറൊരു ഭാര്യ, നമ്മുടെ അക്ബറിന്റെ ഉമ്മയാണ് ആര്? ഈ ഹമീദ ബാനു ബീഗം. അത് അദ്ദേഹത്തിന്റെ വേറൊരു ഭാര്യയാണ്. ഗുൽബദൻ അദ്ദേഹത്തിന്റെ സഹോദരി, കസിൻ സിസ്റ്റർ ആണ്. ഗുൽബദനാണ് ഈ ഹുമയൂൺ നാമ എഴുതിയത്. അതുപോലെ നമ്മുടെ അക്ബറിന്റെ ഉണ്ട്, അക്ബർ നാമ, അക്ബറിന്റെ അത് എഴുതിയത് അക്ബർ അല്ല, അക്ബറിന്റെ കവിയുടെ പേര് അബുൾ ഫസൽ. അത് ഇമ്പോർട്ടന്റ് ബുക്കാണ് കേട്ടോ. അക്ബർ നാമ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അക്ബർ നാമ എഴുതിയത് ആരാണ്? അക്ബർ നാമ എഴുതിയത് ആരാടാ? അബുൾ ഫസൽ. അബുൾ ഫസലിന്റെ ഏത് ബുക്ക്? അക്ബർ നാമ കേട്ടാ. അക്ബറിന്റെ നാമം എഴുതിയത് അബുൾ ഫസൽ. ഇനി അതുപോലെ വേറൊന്നാണ് നമ്മുടെ ജഹാംഗീറിന്റെ ബുക്കാണ് തുസൂഖ് ഐ ജഹാംഗീരി. ഇത് ഓട്ടോബയോഗ്രഫിയാണ്. അപ്പൊ ആര് തന്നെ എഴുതി? ജഹാംഗീർ തന്നെ എഴുതി. അപ്പൊ രണ്ടുപേരാണ് സ്വന്തമായിട്ട് എഴുതി ഓട്ടോബയോഗ്രഫി. ആരൊക്കെ? ജഹാംഗീറും നമ്മുടെ ബാബറും ജഹാംഗീറും സ്വന്തമായി എഴുതി ഓട്ടോബയോഗ്രഫിയാണ് കേട്ടാ. ഹുമയൂണിൻ്റെത് സിസ്റ്ററായ ഗുൽബദനും, അക്ബറിന്റെ കോർട്ടിലെ കവിയായ ആര്? അബുൾ ഫസലാണ് എഴുതിയത് കേട്ടാ. ഇനി അതുപോലെ നമ്മുടെ ഷാജഹാന്റെ കഥ പറയുന്ന ഒരു ബുക്ക് ഉണ്ട് കേട്ടോ. ഷാജഹാന്റെ ആണ് ബാദ്ഷാ നാമ എന്ന് പറയും. ബാദ്ഷാ നാമ അല്ലെങ്കിൽ പാദുഷാ നാമ എന്ന് പറയും. ബാദുഷാ ചക്രവർത്തി അല്ലേ. ഷാജഹാന്റെ ഒരു ബയോഗ്രാഫിയാണ്. അത് എഴുതിയ ആളാണ് അബ്ദുൽ ഹമീദ് ലാഹോറി. 2 CGL എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ചോദ്യമാണ്. ഈ ബാദ്ഷാ നാമയുടെ ഓദർ ആര് കേട്ടോ? ബാദ്ഷാ നാമയുടെ ഓദർ ആണ് അബ്ദുൽ ഹമീദ് ലാഹോറി. അദ്ദേഹം എഴുതിയ ബുക്കാണ് ബാദുഷാ നാമ അഥവാ പാദുഷാ നാമ എന്ന് പറയും. അത് നമ്മുടെ ഷാജഹാന്റെ ഒരു ജീവചരിത്രമാണ്. ഷാജഹാന്റെ കഥ പറയുന്ന ജീവചരിത്രമാണ് ബാദ്ഷാ നാമ. ഉണ്ടല്ലോ. സോ ഇതെല്ലാം മുഗളന്മാരുടെ കഥ പറയുന്ന ബുക്കുകളാണ്. ബാബർ നാമ റോട്ട് ബൈ ഓട്ടോബയോഗ്രഫി ബാബർ. ഹുമയൂൺ നാമ റോട്ട് ബൈ സിസ്റ്റർ ഗുൽബദൻ ബീഗം. ദെൻ അക്ബർ നാമ റോട്ട് ബൈ അബുൾ ഫസൽ. ജഹാംഗീർ തന്നെയാണ്. ഷാജഹാന്റേത് അബ്ദുൽ ഹമീദ് ലാഹോറി. ഷബുക്കിന്റെ പേരെന്താ? ബാദ്ഷാ നാമ. എന്ത് വിളിക്കും? ബാദ്ഷാ നാമ. ഓക്കെ. ദെൻ അടുത്ത സ്ലൈഡ് പോയാലോ. അടുത്ത ചോദ്യം, വെൻ വാസ് ദ ബാറ്റിൽ ഓഫ് ചൗസ യുദ്ധം എപ്പോഴാണ്? അതുകൊണ്ട് വീണ്ടും യുദ്ധമാണ് അല്ലേ? യുദ്ധമാണ്. ഏത് വർഷമാണ് ചൗസ യുദ്ധം? ഏത് വർഷമാടാ ചൗസ യുദ്ധം നടന്ന വർഷം? ചൗസ യുദ്ധം ആരൊക്കെ തമ്മിലെന്നറിയോ? അതായത് വീണ്ടും നമ്മുടെ മുഗൾ ഡൈനാസ്റ്റി നടന്നൊരു പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ്. അതായത് വർഷം 1539. സോ ആൻസർ ബാറ്റിൽ ഓഫ് ചൗസ ഏത് വർഷമാണ്? 1539 ഇത് ആരൊക്കെ തമ്മിലെന്നറിയോ? ഇത് നമ്മുടെ മുഗൾ എംപററായ ഹുമയൂണും സൂർ വംശത്തിന്റെ സ്ഥാപകനായ ഷേർഷാ സൂരി. ആരൊക്കെടാ? ഷേർഷാ സൂരിയും ഹുമയൂണും, മുഗൾ എംപററായ ഹുമയൂണും തമ്മിൽ നടന്നൊരു യുദ്ധമാണ്. ഏത്? ഈ ബാറ്റിൽ ഓഫ് ചൗസ എന്ന് പറയുന്ന യുദ്ധം. ഈ യുദ്ധത്തിൽ നമ്മുടെ ഹുമയൂൺ ഭാഗികമായി എന്ത് ചെയ്യും? പരാജയപ്പെടും. ആരുടെ മുന്നില്? ഷേർഷാ സൂരിയുടെ മുന്നിൽ. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയൂ? ഭാഗ്യമായല്ലേ തോറ്റത്, പക്ഷെ പൂർണ്ണമായി തോപ്പിക്കണ്ടേ? അങ്ങനെ നമ്മുടെ ഷേർഷാ തൊട്ടടുത്ത വർഷം ഒരു യുദ്ധം കൂടി ചെയ്തിട്ടുണ്ട്. അതാണ് ബാറ്റിൽ ഓഫ് കനൂജ് എന്ന് പറയുന്ന യുദ്ധം. ഇവര് തമ്മില് ആരൊക്കെ? ഹുമയൂണും ഷേർഷയും. അത് 40 കണ്ട, അത് ഓപ്ഷനിലുണ്ട്. 40 കിടപ്പുണ്ടല്ലേ? 40 കിടപ്പുണ്ട്. സോ അത് 40ഉം ഒരു ഉത്തരമാണ്. പക്ഷെ അത് ക്വസ്റ്റ്യൻ ഏതായിരിക്കണം? ബാറ്റിൽ ഓഫ് കനൂജ്. ഈ കനൂജ് യുദ്ധത്തിൽ ഷേർഷാ പൂർണ്ണമായും ആരെ പരാജയപ്പെടുത്തും? ഹുമയൂണിനെ പരാജയപ്പെടുത്തും അല്ലെ? പക്ഷെ ഹുമയൂൺ എന്ത് ചെയ്യത്തില്ല? ഷേർഷയ്ക്ക് പിടികൊടുക്കൂല. ഹുമയൂൺ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? രക്ഷപ്പെട്ടു പോകും. അങ്ങനെ 1540 ഇന്ത്യയില് എന്ത് ഡൈനാസ്റ്റി അവസാനിക്കും? മുഗൾ ഡൈനാസ്റ്റി എൻഡ് ചെയ്യും. അങ്ങനെ ഇന്ത്യയിൽ ഉടലെടുത്ത ഒരു ഡൈനാസ്റ്റിയാണ് ആര്? ഈ സൂർ ഡൈനാസ്റ്റി. സൂർ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആര്? ഷേർഷാ സൂരി. സൂർ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ്? ഷേർഷാ സൂരിയാണ് ഏത് വംശത്തിന്റെ സ്ഥാപകൻ?
സൂർ ഡൈനാസ്റ്റിയുടെ എന്താണ് സ്ഥാപകൻ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ 1540 മുതൽ 1555, അതായത് 15 വർഷം, 1940 മുതൽ 1955, 15 വർഷം ഇന്ത്യ ഭരിച്ച ഒരു ഡൈനാസ്റ്റിയാണ് ആര്? സൂർ ഡൈനാസ്റ്റി അല്ലെ. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് സൂർ ഡൈനാസ്റ്റിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1540 മുതൽ 55 വരെ അല്ലെ. ആരാ ഫൗണ്ടർ? സൂർ ഡൈനാസ്റ്റി സ്ഥാപകൻ ഷേർഷാ സൂരിയാണ്. ആരാ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഷേർഷാ സൂർ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഹുമയൂണിനെ പരാജയപ്പെടുത്തി. ഏത് യുദ്ധങ്ങളിൽ? സീരീസ് ചൗസ കനൂജ്. ചൗസ 1539, കനൂജ് 1540. ഇനി എന്താ സംഭവിച്ചതെന്ന് അറിയോ? ഈ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതും ഒരു ആക്സിഡന്റിൽ ആര് മരിക്കും? ഷേർഷാ സൂരി മരിക്കും. അങ്ങനെ ഷേർഷയുടെ മകന്റെ പേരാണ് സിക്കന്ദർ ഷാ സൂരി എന്ന് പറയും. ഈ സിക്കന്ദർ ഷാ സൂരി എന്ത് ചെയ്യും? അധികാരത്തിൽ വരും. അങ്ങനെ സിക്കന്ദർ ഷാ സൂരിയുമായി യുദ്ധം ചെയ്യാൻ ആരെത്തും? ഹുമയൂൺ എത്തും. അങ്ങനെ ഹുമയൂണും സിക്കന്ദർ ഷാ സൂര്യൻ തമ്മിൽ ഒരു യുദ്ധം നടക്കും കേട്ടോ. ഹുമയൂണും ആര് തമ്മിൽ? ഷേർഷയുടെ മോൻ സിക്കന്ദറും തമ്മിൽ 1555. ഇതിന്റെ പേരാണ് ദ ബാറ്റിൽ ഓഫ് സർഹിന്ദ് എന്നാണ് യുദ്ധം. ഏത് യുദ്ധം? സിർഹിന്ദ്. ബാറ്റിൽ ഓഫ് സിർഹിന്ദ്. അത് ഓപ്ഷൻ ഉണ്ടല്ലേ? ഇത് 55 കിടപ്പുണ്ട്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ഓപ്ഷനൊക്കെ കൊടുത്തേക്കുന്നത്. 1555 ഏത് യുദ്ധം? ദ ബാറ്റിൽ ഓഫ് സിർഹിന്ദ് യുദ്ധം കേട്ടോ. ദ ബാറ്റിൽ ഓഫ് സിർഹിന്ദ് ഏത് വർഷമാണ്? 1555. പക്ഷെ സിർഹിന്ദ് യുദ്ധം ആരൊക്കെ തമ്മിലാ? ഹുമയൂണും സിക്കന്ദർ ഷാ സൂര്യൻ തമ്മിൽ കേട്ടോ. അപ്പൊ ഹുമയൂണിന്റെ ജീവിതത്തിൽ 3 പ്രധാന യുദ്ധങ്ങളാ വരുന്നത്: 39, 40, 55. 39 ഏത് യുദ്ധം? ദ ബാറ്റിൽ ഓഫ് ചൗസ. 40 കനൂജ്. അതാരൊക്കെ തമ്മിലാ? ഹുമയൂണും ഷേർഷാ സൂരിയും. 55 ഷേർഷയുടെ മകനായ സിക്കന്ദർ ഷാ സൂരിയുമായിട്ട്. ഏത്? ദ ബാറ്റിൽ ഓഫ് സിർഹിന്ദ് എന്ന് പറയുന്ന യുദ്ധം. അങ്ങനെയാണ് വീണ്ടും മുഗൾ ഡൈനാസ്റ്റി റീബിൽഡ് ചെയ്യുന്നത്. ഏത് വർഷം? 1555. ഓക്കെ, ദെൻ അടുത്ത സ്ലൈഡ് പോയാലോ? അടുത്ത ചോദ്യം. മിർ സെയ്ദ് അലി ആൻഡ് അബ്ദുൾ സമദ് വാസ് ദി കോർട്ട് പെയിന്റർ ഓഫ് വിച്ച് മുഗൾ എംപർ? ഈ മുഗൾ ഡൈനാസ്റ്റിയിൽ ഏറ്റവും പ്രധാനമായിരുന്നു ഇവരുടെ ഗാർഡനിങ്ങും അതുപോലെ ഇവരുടെ പെയിന്റിങ്. വളരെ പ്രധാനപ്പെട്ട ഒരു പെയിന്റിങ്സ് ആരുടെ എഫക്റ്റിൽ ഉണ്ടായിരുന്നു? മുഗൾ ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അതില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ കോർട്ടിൽ ജീവിച്ചിരുന്ന പെയിന്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ സെയ്ദ് അലിയും അബ്ദുൾ സമദും. സെയ്ദ് അലിയും അബ്ദുൾ സമദും ഹുമയൂണിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന 2 ഫേമസ് പെയിന്റേഴ്സ്. കാരണം ഇവരിലൂടെയാണ് ഇന്ത്യയിൽ മുഗൾ പെയിന്റിങ്ങിന് ഒരു തുടക്കമിടുന്നത് കേട്ടോ. മുഗൾ പെയിന്റിങ്ങിന് ഒരു തുടക്കമിട്ട ആളാണ് ആര്? ഹുമയൂണ്. അത് ഏതൊക്കെ പെയിന്റേഴ്സിലൂടെയാണ്? സെയ്ദ് അലി, അബ്ദുൾ സമദ് എന്ന് പറയുന്ന ഈ 2 പെയിന്റേഴ്സിലൂടെയാണ് മുഗൾ പെയിന്റിങ്ങിന്റെ തുടക്കമിടുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പെയിന്റേഴ്സ്. ഇനി മുഗൾ പെയിന്റിങ്ങിന്റെ ഒരു ഗോൾഡൻ ഏജ് ഉണ്ട്. അത് ആരെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജഹാംഗീറിന്റെ കാലഘട്ടമാണ്. ഈ ജഹാംഗീറിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട പെയിന്ററാണ് ഉസ്താദ് മൻസൂർ എന്ന് പറഞ്ഞ പെയിന്റർ. ആരാണ്? ഉസ്താദ് മൻസൂർ കേട്ടാ. മൻസൂർ ആരുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്നത്? ഉസ്താദ് മൻസൂർ നമ്മുടെ ജഹാംഗീറിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട എന്താണ് പെയിന്ററാണ് ആര്? നമ്മുടെ ഉസ്താദ് മൻസൂർ എന്ന് പറയുന്നത്. ആരുടെ കൊട്ടാരത്തിലാണ്? ജഹാംഗീറിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചത്. സോ അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ്, ജഹാന്റെ കാലഘട്ടമാണ് മുഗൾ പെയിന്റിങ്ങിന്റെ എന്താ പറയുന്നത് ഒരു സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ അക്ബറിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട 2 പെയിന്റേഴ്സും ഉണ്ട് കേട്ടോ. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അക്ബറിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന 2 പ്രധാനപ്പെട്ട പെയിന്റേഴ്സ് ആണ്. ഒന്ന് ദസ്വന്തും പിന്നെ ഒന്ന് ബസവാനും കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ഉള്ള വേറെ 2 പെയിന്റേഴ്സ് അക്ബറിന്റെ കോർട്ടിൽ കേട്ടോ. അക്ബറിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന 2 പ്രധാനപ്പെട്ട പെയിന്റേഴ്സ് ആണ്
ജസ്വന്ത് കേട്ടോ. ജസ്വന്ത് അഥവാ ജസ്വന്ത് എന്നും പറയും കേട്ടോ. ജസ്വന്ത് അഥവാ ദസ്വന്ത്, ജസ്വന്തും അതുപോലെ ബസവാനും കേട്ടോ. ബസവാനും കേട്ടോ. ജസ്വന്തും ബസവാനും ആരുടെ കോർട്ടിൽ ജീവിച്ചിരുന്നതാ? നമ്മുടെ അക്ബറിന്റെ കൊട്ടാരത്തിൽ. അക്ബറിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട രണ്ട് പെയിന്റേഴ്സ് ആയിരുന്നു ആരൊക്കെ? ദസ്വന്തും അതുപോലെ ബസവാനും കേട്ടോ. അതുപോലെ മൻസൂർ, ഉസ്താദ് മൻസൂർ ആരുടെ കോർട്ടിലെ പെയിന്റർ എന്ന് ചോദിച്ചാൽ ജഹാംഗീറിന്റെ കോർട്ടിലെ പെയിന്ററും സെയ്ദ് അലിയും അബ്ദുൾ സമദും ആരുടെ കോർട്ടിലെ പെയിന്റർ എന്ന് ചോദിച്ചാൽ ആരുടെ കോർട്ടിലാണ്? ഹുമയൂണിന്റെ കോർട്ടിലെ രണ്ട് പ്രധാനപ്പെട്ട പെയിന്റേഴ്സ് ആണ് ആരൊക്കെ? നമ്മുടെ ആര്? സെയ്ദ് അലിയും അതുപോലെ അബ്ദുൾ സമദ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഇതാണ്. വിച്ച് മുഗൾ റൂളർ ബിൽഡ് ആഗ്ര ഫോർട്ട്? നമ്മൾ ഈ കാണുന്ന ഫിഗറിൽ കാണുന്ന ഇതാണ് നമ്മുടെ ആഗ്ര കോട്ട അല്ലെ. ഈ ആഗ്ര ഫോർട്ട്, ഈ ഒരു ആഗ്ര ഫോർട്ട് നിർമ്മിച്ചത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. സോ വിച്ച് മുഗൾ റൂളർ ബിൽഡ് ആഗ്ര ഫോർട്ട്? ആഗ്ര ഫോർട്ട് നിർമ്മിച്ചത് ആരാടാ? ആഗ്ര ഫോർട്ട് നിർമ്മിച്ചത് ഓപ്ഷൻ ഡി അക്ബർ. വളരെ ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആഗ്ര അല്ലെ, നമ്മൾ നേരത്തെ ആഗ്ര സിറ്റി കണ്ടത്. ഹൂ ബിൽഡ് ആഗ്ര സിറ്റി? സിറ്റി കെട്ടിയത് നമ്മുടെ ലോധിയാ. ഏത് ലോധി? സിക്കന്ദർ ലോധി. പക്ഷെ യുനെസ്കോയുടെ തന്നെ വേൾഡ് ഹെറിറ്റേജ് ആയ ആഗ്ര ഫോർട്ട് അഥവാ റെഡ് ഫോർട്ട് എന്നും പറയും അല്ലെ. ആഗ്ര ഫോർട്ട് നമ്മൾ എന്തെന്നും വിളിക്കും? റെഡ് ഫോർട്ട് എന്നും വിളിക്കും അല്ലെ. ചെങ്കോട്ട കണ്ട, ചുവന്ന കോട്ട തന്നെയാണ്. ഇത് കെട്ടിയത് ആരെന്ന് ചോദിച്ചാൽ അക്ബറാണ്. ആരാണ് ആഗ്ര ഫോർട്ട് കെട്ടിയത്? അക്ബറാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ ആഗ്ര. അതുപോലെ നമ്മുടെ ഈ റെഡ് ഫോർട്ട്, ഇപ്പൊ ഡൽഹിയിലെ റെഡ് ഫോർട്ട് ഉണ്ട് അല്ലേ, നമ്മൾ സാധാരണ റെഡ് ഫോർട്ട് വിളിക്കുന്ന ഡൽഹി റെഡ് ഫോർട്ടാണ്. ഡൽഹിയിലെ ഫോർട്ട് കിട്ടിയത് ആര്? ഡൽഹി റെഡ് ഫോർട്ട് അഥവാ ലാൽ കില എന്ന് പറയും. ഡൽഹി റെഡ് ഫോർട്ടിന്റെ യഥാർത്ഥ പേരാണ് ലാൽ കില. ലാൽ കില കിട്ടിയത് ആരാ? അത് ഷാജഹാൻ അല്ലെ. ലാൽ കില കിട്ടിയത് ഷാജഹാൻ. ലാൽ കില എന്ന് പറഞ്ഞാൽ ഡൽഹി റെഡ് ഫോർട്ടാണ്. ഇത് ആഗ്ര ഫോർട്ട്. ആഗ്ര ഫോർട്ട് കിട്ടിയത് ആരാണ്? അത് അക്ബർ. ഈ അക്ബറിന്റെ സമയത്ത് അക്ബർ കിട്ടിയ വേറെയും പ്രധാനപ്പെട്ട രണ്ട് ഫോർട്ട് ഉണ്ട്. അതിലൊന്നാണ് അലഹബാദ് ഫോർട്ട്, നമ്മുടെ അലഹബാദിലെ ഫോർട്ടും പിന്നെ അക്ബർ കിട്ടിയ ഒരു ഫോർട്ടാണ് നമ്മുടെ ലാഹോറിലെ ഫോർട്ട്. ഏത് ഫോർട്ടാണ്? ലാഹോർ ഫോർട്ട് കേട്ടാ. ലാഹോർ ഫോർട്ടും അലഹബാദ് ഫോർട്ടും കേട്ടാ കിട്ടിയത് ആരാണ്? അക്ബറാണ് കേട്ടാ. ലാഹോർ ഫോർട്ട്, ലാഹോർ ഫോർട്ട്. അപ്പൊ മൂന്ന് ഫോർട്ടായി അല്ലേ അക്ബർ കെട്ടിയ? ലാഹോർ ഫോർട്ട്, അലഹബാദ് ഫോർട്ട്, പിന്നെ ആഗ്ര ഫോർട്ട്. കെട്ടിയത് ആരാണ്? അക്ബർ. പിന്നെ അക്ബർ അതുപോലെ കെട്ടിയ ഒരു സിറ്റി ഉണ്ടല്ലേ അക്ബറിന്റെ ക്യാപിറ്റൽ. ഏത്? നമ്മുടെ ഫത്തേപൂർ സിക്രി അല്ലേ. അക്ബർ നിർമ്മിച്ച സിറ്റി, അക്ബറിന്റെ ക്യാപിറ്റൽ അല്ലെ. അക്ബറിന്റെ ക്യാപിറ്റൽ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രിയില് ഒരു പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗ് ഉണ്ടല്ലേ അക്ബർ കിട്ടിയ? പഞ്ച് മഹൽ. പഞ്ച് മഹൽ. ഞാൻ നിങ്ങൾക്ക് മിഡീവൽ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട മോണമെന്റ്സിന്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. വരുന്ന വീക്കില് നമുക്ക് മിഡീവൽ ഹിസ്റ്ററിയില് ഈ ഒരു കെട്ടിയ പ്രധാനപ്പെട്ട മോണമെന്റ്സുകളുണ്ട് കേട്ടോ. അതിലിപ്പോ കുറെയൊക്കെ നമുക്ക് അറിയാനുള്ളതുണ്ട്, നമുക്ക് അറിയില്ലാത്തതും കുറെ മോണമെന്റ്സ് ഉണ്ട്. ഇപ്പൊ എക്സാമിന് ഇപ്പൊ അങ്ങനെ നമ്മൾ വലിയ പരിചയമില്ലാത്ത കുറെ മോണമെന്റ്സ് ഒക്കെ അവർ ചോദിക്കുന്നുണ്ട്. സോ നമുക്ക് അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. സോ അതിൽ അക്ബർ കെട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്മാരകമാണ് ഫത്തേപൂർ സിക്രിയിലെ പഞ്ച്മഹൽ. പഞ്ച്മഹൽ ചോദിക്കും കേട്ടോ. അത് പ്രധാനപ്പെട്ട നമ്മുടെ താജ്മഹൽ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗ് ആണ് പഞ്ച്മഹൽ എന്ന് പറയുന്നത്. പഞ്ച്മഹൽ ഇരിക്കുന്നത് എവിടെയാണ്? ഫത്തേപൂർ സിക്രിയിലാണ്. ആര് ബിൽഡ് ചെയ്തതാണ്? അക്ബറാണ് പഞ്ച്മഹൽ നിർമ്മിച്ചിട്ടുള്ളത്. സോ അക്ബർ കിട്ടിയ ഫോർട്ടുകൾ: റെഡ് ഫോർട്ട്, ആഗ്ര ഫോർട്ട്, ലാഹോർ ഫോർട്ട്, അലഹബാദ് ഫോർട്ട്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം, ഹു വാസ് അക്ബർ ഫേമസ് റവന്യൂ മിനിസ്റ്റർ? അക്ബറിന്റെ പ്രധാനപ്പെട്ട ധനകാര്യമന്ത്രി ആര് ആണ് ചോദ്യം. അക്ബറിന്റെ റവന്യൂ മിനിസ്റ്റർ ആരെന്നറിയോ? അക്ബറിന്റെ ധനകാര്യമന്ത്രി. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ അക്ബറിന്റെ കോർട്ട്, വളരെ ഫേമസ് ആയ ഒരു കോർട്ട് അക്ബറിന് ഉണ്ടായിരുന്നു. അക്ബറിന്റെ കോർട്ടിന്റെ പേരാണ് നവരത്നാസ് എന്ന് പറയും. നവരത്നം. നവ മീൻസ് 9, 9 ജെംസ് അല്ലെ, 9 രത്നങ്ങൾ, നവരത്നങ്ങൾ കേട്ടാ. വളരെ പ്രധാനപ്പെട്ട ഒരു കോർട്ടായിരുന്നു അക്ബറിന് ഉണ്ടായിരുന്നത്. അതിൽ അക്ബറിന്റെ ധനകാര്യമന്ത്രി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ രാജാ തോഡർമല്ലാണ് അക്ബറിന്റെ റവന്യൂ മിനിസ്റ്റർ കേട്ടാ. അക്ബറിന്റെ റവന്യൂ മിനിസ്റ്റർ ആരാണ്? രാജാ തോഡർമാൽ. തോഡർമാലാണ് അക്ബറിന്റെ റവന്യൂ മിനിസ്റ്റർ കേട്ടാ. ഇനി ഇതിൽ ഓപ്ഷൻ കിടക്കുന്ന ബാക്കി 3 പേരും ഈ നവരത്നത്തിൽ ഉള്ളവർ തന്നെയാണ്. ഇതില് ടാൻസൻ ആണ് അക്ബറിന്റെ മ്യൂസിഷ്യൻ.
സംഗീതജ്ഞൻ കേട്ടാ. ഈ ഇടയ്ക്ക് ഇപ്പൊ വീണ്ടും ചോദിച്ച ചോദ്യമാണ്. അതുപോലെ ടാൻസൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് കേട്ടാ, റബാബ് എന്ന് പറയും. റബാബ് അഥവാ രുദ്രവീണ, റബാബ് അഥവാ രുദ്രവീണ എന്ന് പറയും. ഈ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ആര് ഉപയോഗിക്കുന്നത്? ടാൻസൻ ഉപയോഗിക്കുന്നത്. ടാൻസൻ അക്ബറിന്റെ കോർട്ടിൽ എന്താണ്? മ്യൂസിഷ്യനാണ്, സംഗീതജ്ഞനാണ് ടാൻസൻ. പിന്നെ മാൻസിംഗ് എന്ന് പറഞ്ഞ അക്ബറിന്റെ സൈനിക തലവൻ, സൈനിക തലവൻ കേട്ടോ, അദ്ദേഹത്തിന്റെ സൈനിക തലവനാണ് മാൻസിംഗ് എന്ന് പറയുന്നത്. ഈ മാൻസിംഗിന്റെ സമയത്ത് സൈന്യത്തിൽ കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് മാൻ സബ്ദാരി എന്ന് പറയും. അതങ്ങനെ ഓർത്ത് വെച്ചു കേട്ടോ. മാൻസിംഗിന്റെ മാൻസിംഗ് കൊണ്ടുവന്ന മാൻസബ്ദാരി എന്താണെന്ന് ചോദിച്ചാൽ സൈന്യത്തിൽ റാങ്കിങ് സിസ്റ്റം കൊണ്ടുവന്നു. നമ്മുടെ ഈ പട്ടാളക്കാർക്കിടയിൽ എന്ത് കൊണ്ടുവന്നു? ഒരു റാങ്കിങ് സിസ്റ്റം ആണ് മാൻസബ്ദാരി. അത് കൊണ്ടുവന്ന ആരും ചോദിക്കും, അക്ബറാണ് കൊണ്ടുവന്നത്. സോ മാൻസബ്ദാരി മാൻസിംഗ് എന്ന ഓർഡറിൽ, മാൻസിംഗ് ആരുടെ സൈനിക തലവനാ? അക്ബറിന്റെ സൈനിക തലവൻ. ദെൻ ബീർബൽ. ബീർബൽ അക്ബറിന്റെ പ്രൈം മിനിസ്റ്ററാണ്. അക്ബറിന്റെ പ്രധാനമന്ത്രിയാണ് ആര്? ബീർബൽ എന്ന് പറയുന്നത്. അക്ബറിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് ബീർബൽ. ഓക്കെ, സോ വളരെ പ്രധാനപ്പെട്ടതാണ് നവരത്നത്തില് ഈ നാല് പേര്. ഈ നാല് പേര് സ്ഥിരമായി ചോദിക്കാറുണ്ട്. ഇതിങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. അക്ബറിന്റെ പ്രധാനമന്ത്രി ആര്, റവന്യൂ മിനിസ്റ്റർ ആര്, മ്യൂസിഷ്യൻ ആര്, സൈനിക തലവൻ ആര്. സോ ഇത് നാലും ഈ രീതിക്ക് തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ ദ ബാറ്റിൽ ഓഫ് ഹൾഡിഗഡ് വാസ് ഫോർട്ട്? ഹൾഡിഗഡ് യുദ്ധം വീണ്ടും മുഗൾ ഡൈനാസ്റ്റിയിൽ നിന്ന് വരുന്ന ഒരു യുദ്ധമാണ് ഈ ഹൾഡിഗഡ്. അതായത് ഈ അക്ബറിന്റെ ജീവിതത്തിൽ വന്ന രണ്ട് മഹായുദ്ധങ്ങളാണ്. ഒന്ന് 1556-ലെയും 1576-ലെയും രണ്ട് യുദ്ധങ്ങൾ. അല്ലെ, 1856 എന്ന യുദ്ധം നമ്മുടെ സെക്കൻഡ് പാനിപ്പത്ത്, നമ്മുടെ രണ്ടാം പാനിപ്പത്ത്. നമ്മൾ ഓൾറെഡി ഒന്നാം പാനിപ്പത്ത് പഠിച്ചു. ഒന്നാമത്തെ വർഷം ഏതാ? 1526 അല്ലെ, 26-ലാണ്. 1526 കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞാണ് ഏത് പറഞ്ഞത്? രണ്ടാം പാനിപ്പത്ത് യുദ്ധം വരുന്നത് 56 അല്ലെ. രണ്ടാം പാനിപ്പത്ത് ആരൊക്കെ തമ്മിലെന്ന് അറിയോ? രണ്ടാം പാനിപ്പത്ത് അക്ബറും ആദിൽ ഷാ സൂരിയുടെ മന്ത്രിയായ ഹേമചന്ദ്രൻ എന്ന ഹെമുവും തമ്മിലായിരുന്നു കേട്ടോ. ആരൊക്കെ തമ്മിലായിരുന്നു? അക്ബർ വി എസ് ഹെമു അല്ലെ. ഇത് നമുക്കൊരു വേറെ കാര്യമുണ്ട്. യുദ്ധത്തില് അക്ബറിന്റെ സൈന്യത്തെ നയിച്ചത്, കാരണം അക്ബർ വളരെ ചെറിയ പ്രായമായിരുന്നു, 13 വയസ്സ് അക്ബർ ആ സമയത്തുള്ളൂ. അപ്പൊ അക്ബറിന്റെ സൈനിക തലവൻ ആരും ചോദിക്കും, അത് ബൈറാൻ ഖാൻ ആയിരുന്നു. അക്ബറിന്റെ ചെറുതില്, അക്ബർ കുഞ്ഞായിരുന്ന സമയത്ത് അക്ബറിന്റെ സൈനിക തലവനായിരുന്നു അക്ബറിന്റെ ഗാർഡിയൻ കൂടിയായ ബൈറാൻ ഖാൻ. ബൈറാൻ ഖാൻ ആണ് അക്ബറിന് വേണ്ടി രണ്ടാം പാനിപ്പത്ത് യുദ്ധം ഏത് വർഷം? 1556 ചെയ്തത്. അപ്പൊ ആരൊക്കെ തമ്മിലാണ്? അക്ബർ വി എസ് ഹെമു. അതും കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞായിരുന്നു 76, 56 + 20 76. അതായിരുന്നു ഹൾഡിഗഡ്. സോ ആൻസർ ഓപ്ഷൻ സി, 1576. ഇത് ആരൊക്കെ തമ്മിലെന്ന് അറിയോ? ഇത് അക്ബറും രജപുത്ര രാജാവായ മഹാറാണ പ്രതാപും തമ്മിൽ. ആരൊക്കെ തമ്മില്? അക്ബറും മഹാറാണ പ്രതാപും തമ്മിലായിരുന്നു ഏത് യുദ്ധം? ഹൾഡിഗഡ് യുദ്ധം. ഏത് വർഷം? 1576 കേട്ടാ. സോ ഈ യുദ്ധം വളരെ ഇമ്പോർട്ടന്റ് യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ആരെന്നറിയോ അക്ബറിന്റെ സൈന്യത്തെ നയിച്ചത്? ഈ യുദ്ധത്തിൽ അക്ബർ സൈന്യം നയിച്ചത് നമ്മുടെ മാൻസിംഗ് ആണ്. നേരത്തെ പറഞ്ഞില്ലേ, അക്ബറിന്റെ നവരത്നത്തിലെ സൈനിക തലവൻ മാൻസിംഗ് ആണ് ഹൾഡിഗഡ് യുദ്ധം അക്ബറിന് വേണ്ടി നയിച്ചത്. ഈ വർഷം ചോദിച്ചൊരു ചോദ്യം, ഈ വർഷം ചോദിച്ചത് ഹൾഡിഗഡ് യുദ്ധം അക്ബറിന് നയിച്ചത് ആര്? മാൻസിംഗ്. അപ്പൊ കേട്ടോ, രണ്ട് പേര്. പണ്ട് അക്ബർ കുഞ്ഞായിരുന്ന സമയത്തെ സൈനിക തലവൻ ബൈറാൻ ഖാൻ ആയിരുന്നു രണ്ടാം പാനിപ്പത്ത് നയിച്ചത്. പിന്നെ 76-ലെ ഹൾഡിഗഡ് നയിച്ചത് മാൻസിംഗ് ആണ്. അതുപോലെ ഈ മഹാറാണ പ്രതാപനില്ലേ, ഇദ്ദേഹത്തിന് വളരെ ഫേമസ് ആയ ഒരു കുതിര ഉണ്ടായിരുന്നു, ചരിത്ര കുതിരയാണ് ചേതക് എന്ന് പറയും കേട്ടോ. ഏത് ഇന്ത്യൻ റൂളറുടെ കുതിരയാണ് ചേതക് എന്ന് ചോദിക്കും. ചേതക് ആരുടെ കുതിരയാ? മഹാറാണ പ്രതാപിന്റെ കുതിരയുടെ പേരാണെന്ത്? ചേതക് കേട്ടോ. ചേതക് എന്ന കുതിര ആരുടെയാണ്? മഹാറാണ പ്രതാപിന്റെ കുതിര. ഏത് കുതിര? ചേതക്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. ചേതകൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചേതകൊക്കെ പങ്കെടുത്ത ഒരു യുദ്ധമാണ് ഏത്? 76-ലെ ഹൾഡിഗഡ് യുദ്ധം. നമ്മൾ മുഗൾ ഡൈനാസ്റ്റിയിൽ തന്നെ പഠിക്കുന്ന എത്രാമത്തെയാ? 9ാമത്തെ യുദ്ധമാണ് അല്ലെ ഹൾഡിഗഡ്. കാരണം ബാബർ ചെയ്ത നമ്മൾ കണ്ടതാണ് PKCG, പാനിപ്പത്ത്, കൻവ, ചന്ദേരി, ഗാഗ്ര, 4 യുദ്ധം. അതുപോലെ ഹുമയൂണിന്റെ നമ്മൾ കണ്ടു ചൗസ, കനൂജ്, സിർഹിന്ദ്, 3 യുദ്ധം അല്ലെ. ഇത് ബാബറിന്റെ ഒപ്പം അക്ബറിന്റെ ഇപ്പൊ 2 യുദ്ധം. ഏതാ? രണ്ടാം പാനിപ്പത്തും ഹൾഡിഗഡും. സോ നമ്മൾ ടോട്ടൽ 9 യുദ്ധങ്ങൾ മുഗൾ ഡൈനാസ്റ്റിയിൽ മാത്രം ഇപ്പൊ പഠിച്ചിട്ടുണ്ട്. 9 യുദ്ധം. സോ കൃത്യമായും ആ 9 യുദ്ധവും എന്ത് ചെയ്യുക? വർഷം, ആരൊക്കെ തമ്മിൽ കൃത്യമായി എന്ത് ചെയ്യുക?
പഠിച്ചു വെക്കുക. അത് കൃത്യമായി നിങ്ങൾക്ക് പഠിച്ചിരിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം നിങ്ങൾ ഈ പഠിച്ച 9 യുദ്ധത്തിന്റെ വർഷം ഒന്ന് അടുത്ത് എഴുതിയിട്ട് നോക്കി നിങ്ങൾക്ക് കൃത്യമായി കിട്ടും. ഞാൻ എഴുതി തരാം, നിങ്ങൾ നോക്കി നോക്കുക. 9 യുദ്ധം ആദ്യം 1526 അല്ലേ, 27, 28, 29 ഇതെല്ലാം നമ്മൾ കണ്ട യുദ്ധം. ഏത്? PKCG, പാനിപ്പത്ത്, കൻവ, ചന്ദേരി, ഗാഗ്ര അല്ലേ. അത് കഴിഞ്ഞ് അടുത്ത യുദ്ധം നമ്മൾ പഠിച്ചു 39-ലാണ്, അതായത് 10 വർഷം കഴിഞ്ഞിട്ട്, 10 ഇയർ. അപ്പൊ 29 + 10 39. പിന്നെ അടുത്ത വർഷം വീണ്ടും ഉണ്ട് അല്ലെ, 40 അല്ലെ. സോ വീണ്ടും ഒരു വർഷം +1. അത് കഴിഞ്ഞ് വീണ്ടും യുദ്ധം കണ്ട 55-ല്. എത്ര വർഷം കഴിഞ്ഞിട്ട്? 15 വർഷം കഴിഞ്ഞു. സോ ആദ്യം 10 വർഷം കഴിഞ്ഞുള്ള ഒരു യുദ്ധം, പിന്നെ 15 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും +1 56-ൽ ഒരു യുദ്ധം കണ്ടു അല്ലെ. അത് കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് 20 വർഷം കഴിഞ്ഞു അല്ലെ, ഏതാ? 76-ൽ. സോ നമ്മൾ നോക്കിയാണ് നമ്മൾ കൂട്ടിയ നമ്പർ നോക്ക്, 10 കൂട്ടി 15 കൂട്ടി 20 കൂട്ടി അല്ലെ. സോ ആ ഒരു ഐഡിയ വെച്ചാൽ കിട്ടും അല്ലെ. 26, 27, 28, 29 4 യുദ്ധം +10 39 +1 40 10 1. അടുത്തത് +15 55 +1 56 പിന്നെ 20 അല്ലെ. 10 15 20 അല്ലെ. 20-ന് ശേഷം നമ്മൾ 1 കൂട്ടണ്ട, കാരണം നമുക്ക് ലാസ്റ്റ് യുദ്ധം 76-ആണ്. പക്ഷെ ബാക്കിയുള്ളത് കൂട്ടിയതിനു ശേഷം നമ്മൾ എന്ത് കൂട്ടുകയും ചെയ്തു? 1 കൂട്ടുകയും ചെയ്തു. സോ വർഷം ഈസി ആയിട്ട് ഈ ഒരു ഐഡിയ വെച്ച് പഠിച്ചാൽ ഈ വർഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ 9 യുദ്ധം നിങ്ങൾ അടുത്ത് ഈ 9 യുദ്ധം അടുത്തടുത്ത് എഴുതിയിട്ടിട്ട് ഈ ഒരു ഐഡിയ വെച്ച് എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ അക്ബർ ended ജസിയ ടാക്സ് ഫോർ ദി ഫസ്റ്റ് ടൈം? ഏത് വർഷമാണ് അക്ബർ ജസിയ എന്ന നികുതി നിരോധിച്ചത്? ഈ ജസിയ എന്താണ്? എന്താണ് ജസിയ എന്ന ടാക്സ്? ജസിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോൺ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഹിന്ദുക്കള് വർഷിപ്പ് ചെയ്യണമെങ്കിൽ, അമ്പലങ്ങളിൽ പോയി വർഷിപ്പ് ചെയ്യണമെങ്കിൽ അടച്ചിരുന്ന ഒരു ടാക്സ് ആണ് ഏത്? ജസിയ എന്ന് പറയുന്ന നികുതി. കേട്ടാ, ഈ ജസിയ എന്ന് പറയുന്ന നികുതി എന്തായിരുന്നു? ഹിന്ദുക്കൾക്ക് എന്താണ്? വർഷിപ്പ് ചെയ്യണമെങ്കിൽ എന്താണ്? എവിടെ പോയി? അമ്പലങ്ങളിൽ പോയി വർഷിപ്പ് ചെയ്യണമെങ്കിൽ അടച്ചിരുന്ന ഒരു ടാക്സ് ആണ് ഏത്? ജസിയ. ഇത് കൊണ്ടുവന്നത് നമ്മുടെ തുഗ്ലക്കിലെ ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ആരാ കൊണ്ടുവന്നത്? തുഗ്ലക്ക് വംശത്തിലെ ഫിറോസ് ഷാ തുഗ്ലക്കാണ് ഈ വർഷിപ്പ് ടാക്സ് കൊണ്ടുവന്നത്. ഇത് പിന്നീട് നിരോധിച്ചത് ആരാ? അക്ബറാണ്. സോ ചോദിക്കും, ഹു അബോളിഷ്ഡ് ജസിയ എന്ന് ചോദിക്കും. ജസിയ നിരോധിച്ചത് ആരാണ്? അക്ബർ. പക്ഷെ നമ്മുടെ ചോദ്യം അത് ഏത് വർഷമാണ്? ഏത് വർഷമാണ് അക്ബർ ജസിയ നിരോധിച്ചത്? സോ ഓപ്ഷൻ എ 1564-ലാണ് അക്ബർ എന്ത് നിരോധിച്ചത്? അക്ബർ ജസിയ നിരോധിച്ചത്. അക്ബർ ജസിയ നിരോധിച്ച വർഷം എവിടെ? 1564. കേട്ടോ. സോ വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. അക്ബർ ജസിയ നിരോധിച്ച വർഷം ഏത്? 1564-ലാണ് അക്ബർ എന്ത് നിരോധിച്ചത്? ജസിയ നിരോധിച്ചത്. അപ്പൊ ജസിയ കൊണ്ടുവന്നത് ആരാ? കൊണ്ടുവന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണത്? ഫിറോസ് ഷാ തുഗ്ലക്കാണ് കൊണ്ടുവന്നത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ഡ്യൂറിംഗ് ദി റെയിൻ ഓഫ് ജഹാംഗീർ which Sikh Guru was assassinated? ജഹാംഗീറിന്റെ സമയത്ത് ഒരു സിഖ് ഗുരു എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. അതാരെന്നാണ് നമ്മുടെ ചോദ്യം. ഈ സിഖ് ഗുരുക്കന്മാര്, അത് നമുക്ക് ടോട്ടൽ എത്ര ഗുരുക്കന്മാരാണ് ഉണ്ടായിരുന്നത്? സിഖ് മതത്തിൽ 10 പേരായിരുന്നു അല്ലെ. 10 ഗുരുക്കന്മാരായിരുന്നു. അതിൽ ഫസ്റ്റ് ഗുരു ആരാ? നമ്മുടെ ഗുരു നാനാക്കാണ് സ്ഥാപകൻ അല്ലെ. സിഖ് മതത്തിന്റെ സ്ഥാപകൻ ആരാ? ഗുരു നാനാക്കാണ്. അതിൽ 10ാമത്തെ ഗുരു, നമ്മുടെ 10ാമത്തെ ഗുരു ആയിരുന്നു ആര്? ഗുരു ഗോബിന്ദ് സിംഗ്. ഗോബിന്ദ് സിംഗ്. ഇതില് 10 പേര് 2 പേര് എന്ത് ചെയ്യായിരുന്നു? കൊല്ലപ്പെടുകയായിരുന്നു. അതിൽ ഒരാളെ കൊന്നത് നമ്മുടെ ജഹാംഗീർ ആണ്. സംഭവം എന്ന് വെച്ചാൽ ഈ ജഹാംഗീറിന്റെ ഒരു മകൻ ഉണ്ടായിരുന്നു. മകന്റെ പേരാണ് ഹുസ്രു എന്ന് പറയും. ഹുസ്രു. ഈ ഹുസ്രു സിഖ് മതം സ്വീകരിക്കും. സിഖ് മതം സ്വീകരിക്കുക മാത്രമല്ല, ഒരുപാട് ആൾക്കാരെ ഇസ്ലാം മതത്തിലും സിഖ് മതത്തിലേക്ക് എന്ത് ചെയ്തു? കൺവെർട്ടും ചെയ്യിപ്പിച്ചു. അപ്പൊ ജഹാംഗീറിന് വേറെ വഴിയില്ലാതെ മകനെ പിടിച്ച് ജയിലടക്കേണ്ടി എന്ത് കൊടുക്കേണ്ടി വന്നു? ഓർഡർ കൊടുക്കേണ്ടി വന്നു. അന്ന് ആ സമയത്ത് ഈ ഹുസ്രുവിന്, ജഹാംഗീറിന്റെ മോനെ ഹുസ്രുവിന് ഒരു സിഖ് ഗുരു എന്ത് ചെയ്തു? അഭയം കൊടുത്തു, പ്രൊട്ടക്ഷൻ കൊടുത്തു.
അങ്ങനെ ജഹാംഗീർ ആ സിഖ് ഗുരുവിനെ കൊല്ലും. അത് വേറെ ആരുമല്ല, ഓപ്ഷൻ സി അർജൻ ദേവ് ആണ്. കേട്ടോ, അർജുൻ എത്രാമത്തെ ഗുരുവാ? അർജൻ ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ, ആറു മാറ്റി എന്നിട്ടാ മതി. അഞ്ചാമത്തെ ഗുരു. കേട്ടോ, നമ്മുടെ സിഖ് മതത്തിലെ അഞ്ചാമത്തെ ഗുരുവാണ് അഞ്ചാൻ അർജൻ ദേവ് എന്ന് പറയുന്നത്. അർജൻ ദേവിനെ കൊന്ന മുഗൾ എംപറർ ആരും ചോദിച്ചാൽ ആരാണ്? അത് ജഹാംഗീർ ആണ്. ജഹാംഗീർ ആണ് ആരെ കൊന്നത്? അർജൻ ദേവിനെ കൊന്നത്. സോ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ഈ സിഖ് ഗുരുക്കന്മാരെ പറ്റി പഠിക്കണം കേട്ടോ. അത് ഫൗണ്ടറാണ് ഗുരു അംഗദ്, അതുപോലെ ഫൗണ്ടറാണ് ഗുരു നാനാക്ക്, അതുപോലെയാണ് ഗുരു അംഗദ്, ഗുരു രാംദാസ് അല്ലെ. സോ വളരെ പ്രധാനപ്പെട്ടതാണ്. അംഗദൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. അംഗദ് നമ്മുടെ രണ്ടാമത്തെ ഗുരുവാണ്. അംഗദാണ് ഗുരുമുഖി സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത് അല്ലെ. സിഖ് മതക്കാരുടെ ഒരു ലിപിയാണ് ഗുരുമുഖി സ്ക്രിപ്റ്റ്. ആ ഗുരുമുഖി സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് കമ്പോസ്ഡ് ബൈ ആര്? ഗുരു അംഗദ്. അതുകൊണ്ട് ഗുരു അർജൻ ദേവ് അല്ലെ. അർജൻ ദേവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഗുരുമുഖി സ്ക്രിപ്റ്റ് വെച്ച് അർജൻ ദേവ് ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ, ഹോളി ബുക്ക് ഓഫ് സിഖ്. സിഖ് മതങ്ങളുടെ ഹോളി ബുക്ക് ഏത്? ഗുരു ഗ്രന്ഥ് സാഹിബ് അല്ലെ. ഗുരു ഗ്രന്ഥ് സാഹിബ് അഥവാ ആദി ഗ്രന്ഥം എന്ന് പറയും അല്ലെ. ആ ബുക്ക് ഉണ്ടാക്കിയത് ആരാ ചോദിക്കും? ഹു റോട്ട് ആദി ഗ്രന്ഥ്? ഗുരു ഗ്രന്ഥ സാഹിബ് ആരാ? ഈ അർജൻ ദേവ. പിന്നെ അർജൻ ദേവ് വേറെ ഇമ്പോർട്ടന്റ്. അർജൻ ദേവ് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ അല്ലെ, ഏത്? ഹർമന്ദിർ സാഹിബ് കെട്ടിയത് അല്ലെ. ഹർമന്ദിർ സാഹിബ് കെട്ടിയത് ആരാണ്? അർജൻ ദേവ് ആണ് അല്ലെ. സോ പിന്നെ രാംദാസ് ഇമ്പോർട്ടന്റ് ആണ്. രാംദാസ് നമ്മുടെ നാലാമത്തെ ഗുരുവാണ് അല്ലെ. രാംദാസ് ആണ് ഏത് സിറ്റി ബിൽഡ് ചെയ്തത്? അമൃത്സർ സിറ്റി, നമ്മുടെ അമൃത്സർ അല്ലെ. സിഖ് മതക്കാരുടെ പുണ്യസ്ഥലമായ അമൃത്സർ സിറ്റി കെട്ടിയത് ആരാണ്? ഗുരു രാംദാസ്. രാംദാസ് ആണ് 4. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. നാലാമത്തെ സിഖ് ഗുരുവായ രാംദാസ് അമൃത്സർ സിറ്റി കെട്ടി. അഞ്ചാമത്തെ സിഖ് ഗുരുവായ അർജൻ ദേവ് ആ സിറ്റിയിൽ ഒരു ക്ഷേത്രം കെട്ടി. ഏ ക്ഷേത്രം? ഹർമന്ദിർ സാഹിബ് അഥവാ ഗോൾഡൻ ടെമ്പിൾ കെട്ടി. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, ഹു റോട്ട് അക്ബർ നാമ? നമ്മുടെ അക്ബർ നാമ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ചോദ്യമാണ്. അക്ബർ നാമ എഴുതിയത് ആരടാ? അക്ബറിന്റെ കവി ആര്? അബുൾ ഫസൽ. നമ്മുടെ അബുൾ ഫസൽ ആണ് എന്തെഴുതിയത്? അക്ബർ നാമ എഴുതിയത്. സോ ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്ഷൻ ബി, ഫസല് ബി ആണല്ലോ. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ഈ ഫൈസി ആരെന്നറിയോ? അബുൾ ഫൈസി. ഇരട്ടകളാണ് ഈ ഫസലും ഫൈസിയും, ഇരട്ട ട്വിൻസ് ആണ് കേട്ടോ. രണ്ടുപേരും അക്ബറിന്റെ കൊട്ടാരത്തിലെ രണ്ട് കവിയാണ്. ഇതിൽ ഫസലാണ് നമ്മുടെ എന്തെഴുതിയത്? അക്ബർ നാമ എഴുതിയത്. ഫൈസി എഴുതിയ ഒരു ബുക്ക് ഉണ്ട്. ഫൈസി എഴുതിയ ഒരു ബുക്കാണ് നാമ എന്ന് പറയും, രാസ്നാമ. കേട്ടോ, അബുൾ ഫൈസി എഴുതിയ ഒരു ബുക്കാണ് രാസ്നാമ. ഇത് നമ്മുടെ മഹാഭാരതത്തിന്റെ പെർഷ്യൻ ആണ് കേട്ടോ. മഹാഭാരതത്തിന്റെ പെർഷ്യൻ വെർഷൻ ആണ് ഇത് ഈ അബുൾ ഫൈസി എഴുതിയ രാസ്നാമ എന്ന ബുക്ക് കേട്ടോ. അത് ഒരു ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും കേട്ടോ. മഹാഭാരതത്തിന്റെ പെർഷ്യൻ വെർഷൻ ഏതാണ്? രാസ്നാമ, ട്രാൻസ്ലേറ്റ് ബൈ അബുൾ ഫൈസി കേട്ടോ. അതാണ് ഫസൽ ഫൈസി. ഫസല് അക്ബർ നാമ എഴുതി. അതുപോലെയാണ് ഈ അബ്ദുൾ റഹീം ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട്. ഇതൊരു എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാബർ നാമ എഴുതിയത് ആരാ? ബാബർ. ഒരു ഓട്ടോബയോഗ്രഫിയാണ് അല്ലേ. പക്ഷെ ബാബർ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി എഴുതിയത് ടർക്കിഷ് ലാംഗ്വേജിലായിരുന്നു, തുർക്കി ഭാഷയിലായിരുന്നു. ഈ മുഗൾസിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് പെർഷ്യനാണ്. സോ ബുക്സ് ഒക്കെ പെർഷ്യയിലെ എഴുതാറുള്ളായിരുന്നു. പക്ഷെ ബാബർ എഴുതിയത് തുർക്കിയിലും. പിന്നീട് ഈ ഒരു ബാബർ നാമയെ പെർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയുണ്ടായി. ഈ ബാബർ നാമയെ പെർഷ്യയിലേക്ക് ഈ അബ്ദുൾ റഹീം കേട്ടോ. ഈ അബ്ദുൾ റഹീം ആണ് ബാബർ നാമയെ പെർഷ്യയിലേക്ക് എന്ത് ചെയ്തത്? ട്രാൻസ്ലേറ്റ് ചെയ്തത്. സോ ഒരു ഇമ്പോർട്ടന്റ് ആണ്. അബ്ദുൾ റഹീമും നമ്മുടെ നവരത്നത്തിൽ പെടുന്ന, നവരത്നത്തിൽ തന്നെ പെടുന്ന മറ്റൊരു കവിയാണ് ആര്? അബ്ദുൾ റഹീം. അപ്പൊ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട എന്താണ്? ഒരു ചോദ്യമാണ് കേട്ടോ. ഫസൽ ഫൈസി റഹീം. അതുപോലെ വേറൊരു കവിയുണ്ട് കേട്ടോ. അതായത് ഈ മഹാഭാരതത്തിന്റെ പെർഷ്യൻ നമ്മളെ ട്രാൻസ്ലേറ്റ് ചെയ്ത ആരും നമ്മൾ കണ്ടു. ആര് ട്രാൻസ്ലേറ്റ് ചെയ്തത്? നമ്മുടെ ആരാണ്? അബുൾ ആരാണ്? ഫൈസിയാണ് അല്ലെ. ഇനി നമ്മുടെ രാമായണം ഉണ്ട്. നമ്മുടെ വേറൊരു എപ്പിക്കാണല്ലോ രാമായണം. അതാര് പെർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് ചോദിക്കും. അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് അക്ബറിന്റെ കോട്ടയിലെ തന്നെ മറ്റൊരു ഫേമസ് കവിയാണ്. പേര് അബ്ദുൾ ഖോദർ ബദനി എന്ന് പറയും. അബ്ദുൾ ഖോദർ ബദനി. ഈ അബ്ദുൾ ഖോദർ ബദനിയാണ് നമ്മുടെ രാമായണത്തെ എന്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്? പെർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ്
ചെയ്തത് കേട്ടോ. രാമായണത്തെ പേർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് അബ്ദുൽ ഖാദർ ബദനി കേട്ടോ. മഹാഭാരതം പേർഷ്യക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? ട്രാൻസ്ലേറ്റ് ചെയ്തത് നമ്മുടെ ആരാണ്? അബുൾ അബുൾ ആരാണ്? അബുൾ ഫൈസി. ഫസലോ? അബുൾ ഫസല് ഏതായിരുന്നു? നമ്മുടെ അക്ബർ നാമ അല്ലെ? നമ്മുടെ അക്ബർ നാമ എഴുതിയത് ആരാണ്? അബുൾ ഫൈസി. ഫസൽ ആരാണ്? ഫസൽ. അക്ബർ നാമ എഴുതിയത് അബുൾ ഫസൽ. ഓക്കെ, ദെൻ അടുത്ത പോയാലോ? അടുത്ത ചോദ്യം, വിത്ത് വിച്ച് മുഗൾ റൂളർ മോത്തി മസ്ജിദ് ഓഫ് ആഗ്ര അസോസിയേറ്റഡ്? ആഗ്രയിലെ മോത്തി മസ്ജിദ് കെട്ടിയത് ആരാണ്? വളരെ പ്രധാനപ്പെട്ട മോത്തി മസ്ജിദ് 3 സ്ഥലങ്ങളിലുണ്ട്. അതായത് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആഗ്രയിലെ മോത്തി മസ്ജിദ് കെട്ടിയത് ഷാജഹാൻ കേട്ടാ. ആഗ്രയിലെ മോത്തി മസ്ജിദ് കെട്ടിയത് ആരാണ്? ഷാജഹാനാണ്. ഷാജഹാൻ കെട്ടിയ ഒരു മോത്തി മസ്ജിദ് ആണ് ആഗ്ര മോത്തി മസ്ജിദ്. ഇനി ചോദിക്കാം, ഡൽഹിയിലെ മോത്തി മസ്ജിദ് കെട്ടിയത് ആര്? ഡൽഹി അത് ഔറംഗസീബ് കേട്ടാ. ഡൽഹി മോത്തി മസ്ജിദ് കെട്ടിയത് ആരാണ്? ഔറംഗസീബ്. ഇനി ലാഹോറിൽ ഒരു മോത്തി മസ്ജിദ് ഉണ്ട്, ലാഹോർ മോത്തി മസ്ജിദ്, അത് കെട്ടിയത് ജഹാംഗീർ. സോ മാറിപ്പോവില്ല കേട്ടോ. മോത്തി മസ്ജിദ് ആണ്. മസ്ജിദ് വേറെ ഉണ്ട്, ജമാ മസ്ജിദ് ഒക്കെ ഉണ്ട്. സോ മസ്ജിദിന്റെ പേര് മാറിപ്പോവില്ല. ഇത് മോത്തി മസ്ജിദ് ആണ്. ആഗ്രയിലെ മോത്തി മസ്ജിദ് കെട്ടിയത് ആരെന്ന് ചോദിച്ചാൽ ഷാജഹാൻ. ഡൽഹിയിലെ മോത്തി മസ്ജിദ് ആര് കെട്ടിയെന്ന് ചോദിച്ചാൽ ഔറംഗസീബ്. ലാഹോറിലെ മോത്തി മസ്ജിദ് ആര് കെട്ടിയെന്ന് ചോദിച്ചാൽ അത് ജഹാംഗീർ ആണ്. എവിടത്തെ? ലാഹോറിലെ. ഇമ്പോർട്ടന്റ് ആണ്, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കും കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ? അടുത്ത ചോദ്യം, ഹു ബിൽഡ് ഷാലിമാർ ബാഗ് അറ്റ് ലാഹോർ? ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതാണ് ലാഹോറിലെ ഷാലിമാർ. ഷാലിമാർ ശ്രീനഗറിലുണ്ട് അല്ലേ? ശ്രീനഗറിലെ ഷാലിമാർ കിട്ടിയത് ആരാ? ജഹാംഗീർ ആണ് അല്ലെ? അത് എവിടത്തെയാണ്? ശ്രീനഗറിലെ ഷാലിമാർ, അത് ഇന്ത്യയിലെ. ലാഹോർ എവിടെയാ? ലാഹോർ നമ്മുടെ പാകിസ്ഥാനാണ്. പാകിസ്ഥാനിലെ ഷാലിമാർ കിട്ടിയത് ഓപ്ഷൻ സി ഷാജഹാൻ. സോ ആൻസർ ഏതാ? ഓപ്ഷൻ സി ഷാജഹാൻ ആണ് കേട്ടോ. ശരിക്കും ഈ ഗാർഡൻ ഇല്ലേ, ഈ ലാഹോറിലെ ഷാലിമാറിന്റെ അകത്ത് നമുക്ക് ജഹാംഗീറിന്റെ ടോംബ് കാണാം കേട്ടോ. ഈ ജഹാംഗീറിന്റെ ശവകുടീരം ഇരിക്കുന്ന സ്ഥലം കൂടിയാണ് ഈ ഗാർഡൻ കേട്ടോ. ഈ ജഹാംഗീറിന്റെ ശവകുടീരം ടോംബാണ് ഇതിന്റെ അകത്തുള്ളത്, ഈ ഗാർഡന്റെ അകത്ത്. ഏത് ഗാർഡൻ? ഈ ഷാലിമാർ ഗാർഡന്റെ അകത്ത് കേട്ടോ. അത് കിട്ടിയത് അദ്ദേഹത്തിന്റെ മകൻ ആരാ? ഷാജഹാൻ ആണ് അത് ബിൽഡ് ചെയ്ത് ആരാണ്? ഷാജഹാൻ ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which Mughal prince translated the Upanishad into Persian in 1657? 1657 ഏത് മുഗൾ പ്രിൻസാണ് നമ്മുടെ ഉപനിഷത്തിനെ പെർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്? അതായത് നമ്മുടെ ഉപനിഷത്തും നമ്മുടെ ഗീതയും ഭഗവത്ഗീതയും പെർഷ്യയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ദാരാ ഷിക്കോവ്, ദ സൺ ഓഫ് ഷാജഹാൻ. നമ്മുടെ ഷാജഹാന്റെ ഏറ്റവും മൂത്ത മോനായിരുന്ന ആര്? ഈ ദാരാ ഷിക്കോവ്. ഈ ദാരാ ഷിക്കോവ് ആണ് ഉപനിഷത്തിനെയും ഗീതയും കേട്ടോ, അതുപോലെ ഗീത നമ്മുടെ ഭഗവത്ഗീതയും എന്താണ് പെർഷ്യയിലേക്ക് എന്ത് ചെയ്ത്? ട്രാൻസ്ലേറ്റ് ചെയ്തത് കേട്ടോ. നമ്മുടെ പെർഷ്യയിലേക്ക് ഉപനിഷത്തെയും ഗീതനെയും ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ് ആര്? ദാരാ ഷിക്കോവ് എന്ന് പറഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ സ്ഥിരമായി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ കൃത്യമായി എന്ത് ചെയ്യുക? അത് നോട്ട് ചെയ്യുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, ഹു ബിൽഡ് ബാദ്ഷാഹി മോസ്ക് അറ്റ് ലാഹോർ? നമ്മുടെ ഈ ഫിഗറിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട എന്താണ് ഒരു പള്ളിയാണ് ഈ ബാദ്ഷാഹി മോസ്ക് കേട്ടോ. നമ്മുടെ ലാഹോറിലെ ജമാ മസ്ജിദ് എന്നും പറയും. ലാഹോറിൽ എന്താണ്? ജമാ മസ്ജിദ് ആണ് ഈ ബാദ്ഷാഹി മോസ്ക്. ഇത് കെട്ടിയത് നമ്മുടെ ഓപ്ഷൻ സി ഔറംഗസീബാണ്. മുഗൾ എംപററായ ഔറംഗസീബാണ് എന്ത് കെട്ടിയത്? ബാദ്ഷാഹി മോസ്ക് ബിൽഡ് ചെയ്ത കേട്ടോ. ബാദ്ഷാഹി മോസ്ക് ബിൽഡ് ചെയ്ത ആരാടാ? ഔറംഗസീബാണ് ബാദ്ഷാഹി മോസ്ക് ബിൽഡ് ചെയ്ത. അപ്പൊ എവിടെയായിരിക്കുന്ന ബാദ്ഷാഹി മോസ്ക്? ലാഹോറിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ലാഹോറിലാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ ഈ ഇപ്പം ഞാൻ പറഞ്ഞു ഇത് ലാഹോറിലെ ജമാ മസ്ജിദ് എന്ന് പറയും അല്ലെ? ഇത് എവിടുത്തെ എവിടുത്തെ ജമാ മസ്ജിദാണ്? ലാഹോർ. അതുപോലെ ഒരു ജമാ മസ്ജിദ് നമ്മുടെ ആഗ്രയിലുണ്ട്. ആഗ്രയിൽ എന്തുണ്ട്?
അപ്പം നേരത്തെ നമ്മൾ ആഗ്രയിൽ മോത്തി മസ്ജിദ് കണ്ടത് അല്ലേ? മോത്തി മസ്ജിദ് കെട്ടിയത് ആഗ്ര മോത്തി മസ്ജിദ് ആരുടെ? ആഗ്ര മോത്തി മസ്ജിദ് ഷാജഹാൻ. അപ്പോൾ ആഗ്രയിൽ ഒരു ജമാ മസ്ജിദ് ഉണ്ട്, ആഗ്ര ജമാ മസ്ജിദ്. അത് ആര് കെട്ടിയെന്ന് ചോദിക്കും. ആഗ്രയിലെ ജമാ മസ്ജിദ് കെട്ടിയത് നമ്മുടെ ഷാജഹാന്റെ മോളായ ജഹന്നാര ബീഗം. നമ്മുടെ ഷാജഹാന്റെ മോളായ ആര്? ജഹന്നാര ബീഗമാണ് എന്ത് കെട്ടിയത്? ആഗ്രയിലെ ജമാ മസ്ജിദ് കെട്ടിയത്, ആഗ്ര ജമാ മസ്ജിദ്. അതുപോലെ ഇനി ഡൽഹിയിൽ ഒരു ജമാ മസ്ജിദ് ഉണ്ട്, ഡൽഹി ജമാ മസ്ജിദ് കെട്ടിയത് ഷാജഹാൻ. അപ്പൊ കണ്ട, ഷാജഹാന്റെ മോള്, ഷാജഹാന്റെ മോനാണല്ലോ ഔറംഗസീബ് അല്ലേ? സോ ഇവർ 3 പേർക്കും ഓരോ ജമാ മസ്ജിദ് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ? ഷാജഹാൻ കെട്ടിയ ജമാ മസ്ജിദ് എവിടെയാ? ഡൽഹിയിൽ. ഡൽഹി. ഷാജഹാന്റെ മോനായ ഔറംഗസീബ് കെട്ടിയ ജമാ മസ്ജിദ് അത് ബാദ്ഷാഹി മോസ്ക് എവിടെയാ? ലാഹോറില്. ഷാജഹാന്റെ മോള് ജഹന്നാര ബീഗം കെട്ടിയ എന്താണ് ജമാ മസ്ജിദ് എവിടെയാണ്? ആഗ്രയിൽ. സോ അത് 3 നമുക്ക് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചു വയ്ക്കാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത സ്ലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, വിച്ച് മുഗൾ എംപറർ ഈസ് നോൺ ആസ് സിന്ധുപീർ? സിന്ധുപീർ എന്നറിയപ്പെടുന്ന മുഗൾ എംപറർ ആരാണ്? ഏത് മുഗൾ എംപററാണ് സിന്ധുപീർ എന്നറിയപ്പെടുന്ന? സിന്ധുപീർ അതുപോലെ തന്നെ ആലംഗീർ, അങ്ങനെ 2 പേര് കേട്ടോ. സിന്ധുപീർ എന്ന് പറഞ്ഞാൽ ലിവിങ് സെയിന്റ് എന്ന, ജീവിക്കുന്ന സന്യാസി എന്നറിയപ്പെടും. അതുപോലെ ആലംഗീർ, ഈ 2 പേരിൽ അറിയപ്പെട്ട മുഗൾ എംപറർ ആരെന്നാണ്? ആലംഗീർ എന്ന് പറഞ്ഞാൽ വേൾഡ് കോൺകർ, ലോകം കീഴടക്കിയവൻ എന്നും അറിയപ്പെടും. അതാരെന്നറിയോ? സിന്ധുപീർ ആലംഗീർ എന്നറിയപ്പെട്ടത് അത് നമ്മുടെ ഓപ്ഷൻ ബി ഔറംഗസീബാണ്. ഔറംഗസീബിന്റെ ഒരു നിക്നെയിമാണ് എന്ത്? സിന്ധുപീർ, ലിവിങ് സെയിന്റ് എന്നും, ആലംഗീർ, ലോകം കീഴടക്കിയവൻ, വേൾഡ് കോൺകർ എന്നും അറിയപ്പെട്ടത് കേട്ടാ. സോ ആരാണ് സിന്ധുപീർ ആലംഗീർ? ഔറംഗസീബിന്റെ പേരാണ്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റേഡ് പോയാലോ? അടുത്ത ചോദ്യം. അപ്പൊ ഇത്രയുമാണ് നമുക്ക് മുഗൾ ഡൈനാസ്റ്റിയിൽ നിന്നും NTPC റെയിൽവേ എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ഇതിലേക്ക് പോയാലോ? അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ഡൈനാസ്റ്റിയാണ് നമ്മുടെ വിജയനഗര എംപയർ എന്ന് പറയുന്നത്. സോ വിജയനഗര എംപയറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ വരുന്ന വീക്കിൽ ഞാൻ ചെയ്യുന്നതാണ്. സോ ആ വീഡിയോ നിങ്ങൾ കൃത്യമായും കാണുക. സോ വിജയനഗര സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഡീവൽ ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ രൂപീകരിച്ച ഒരു ഡൈനാസ്റ്റിയാണ്. അത് വർഷം നമ്മുടെ ചോദ്യം ഓപ്ഷൻ സി 1336 വിജയനഗര സാമ്രാജ്യം രൂപീകരിച്ചത്. അതിൻ്റെ സ്ഥാപകരെന്ന് പറഞ്ഞാൽ ഹരിഹര ആൻഡ് ബുക്ക. ഹരിഹര ബുക്ക എന്ന് പറഞ്ഞ 2 പേരാണ് ഈ വിജയനഗര സാമ്രാജ്യം ഫൗണ്ട് ചെയ്തത്. ഏത് വർഷം? 1336. അവരുടെ ക്യാപിറ്റൽ വരുന്നത് നമ്മുടെ ഹംപിയാണ്. നമ്മുടെ കർണാടകയിലെ ഹംപിയാണ് വിജയനഗരത്തിന്റെ എന്താണ്? ക്യാപിറ്റൽ. ഏത് വർഷം? 1336 വിജയനഗര സാമ്രാജ്യം എന്ത് ചെയ്യുന്നത്? രൂപീകരിച്ചത്. ഏത് വർഷം? 1336 കേട്ടോ. ആരാ സ്ഥാപകൻ? ഹരിഹരനും ബുക്കനും. ഈ വിജയനഗരം എന്ന സാമ്രാജ്യം 4 ഡൈനാസ്റ്റികളാണ് ഭരിച്ചിട്ടുള്ളത്. 4 ഡൈനാസ്റ്റി ഏതൊക്കെയാണെന്ന് അറിയോ? അത് ഓർഡർ തന്നെ പഠിക്കണേ. അതങ്ങനെ ചോദിക്കും. ഫസ്റ്റ് ഏത്, സെക്കൻഡ് ഏത്, തേർഡ് ഏത്, ഫോർത്ത് ഏത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സംഗമ ഡൈനാസ്റ്റി സെക്കൻഡ് വൺ, സാലുവ ഡൈനാസ്റ്റി തേർഡ് വൺ, തുളുവ ഡൈനാസ്റ്റി ഫോർത്ത് വൺ, അരവിഡു ഡൈനാസ്റ്റി. ഇതാണ് 4 ഡൈനാസ്റ്റി. അതൊക്കെയാണ് സംഗമ, സാലുവ, തുളുവ, അരവിഡു കേട്ടാ. വിജയനഗര സാമ്രാജ്യം രൂപീകരിച്ച 4 ഡൈനാസ്റ്റികൾ ആരൊക്കെയാണ്? സംഗമ, സാലുവ, തുളുവ, അരവിഡു. ഇങ്ങനെ ഈ 4 വംശങ്ങളാണ് വിജയനഗര സാമ്രാജ്യം ഭരിച്ചത്. അതിൽ സംഗമമാണ് ആദ്യത്തത്, അവസാനത്തത് അരവിഡു. അതിൽ സംഗമയിലെ ഫൗണ്ടർ ആയിരുന്നു ഹരിഹരനും ബുക്കനും. അവർ ചേർന്നാണ് വിജയനഗരം രൂപീകരിച്ചത്. ഏത് വർഷം? 1336. എവിടെ ക്യാപിറ്റൽ? ഹംപി. ഹംപി ഏത് റിവറിന്റെ കരയിലെന്നറിയോ? നമ്മുടെ കൃഷ്ണയുടെ പോഷക നദിയായ തുംഗഭദ്ര നദി, നമ്മുടെ തുംഗഭദ്രയുടെ കരയിലാണ്. തുംഗഭദ്ര നദിയുടെ കരയിലാണ് ഏത് സിറ്റി ഇരിക്കുന്നത്? ഹംപി സിറ്റി. ഹംപി നമുക്കറിയാം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് അല്ലേ. സോ വളരെ പ്രധാനപ്പെട്ട ഒരു ഡൈനാസ്റ്റിയാണ് ആര്? വിജയനഗരം. ഏത് വർഷം? 1336 വിജയനഗരം
രൂപീകരിച്ചത്? 1336. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. അടുത്ത ചോദ്യം, കൃഷ്ണദേവരയ്യ ബിലോങ്സ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡൈനാസ്റ്റി? ഡൈനാസ്റ്റിയിലാണ് കൃഷ്ണദേവരയ്യ വരുന്നത്? ഈ കൃഷ്ണദേവരയ്യ നമ്മുടെ ഡൈനാസ്റ്റിയാ? വിജയനഗരമാണല്ലേ, നമ്മുടെ വിജയനഗരം ആണ്. അപ്പോൾ വിജയനഗരത്തിലെ ഏറ്റവും ഫേമസ് ആയ റൂളറായിരുന്നു നമ്മുടെ കൃഷ്ണദേവരയ്യ. അദ്ദേഹം നമ്മൾ ഈ കണ്ട നാലെണ്ണത്തിൽ ഏതിലാണ്? അദ്ദേഹം നമ്മുടെ തുളുവ വംശത്തിലെ ഒരു രാജാവ്, ബിലോങ്സ് ടു തുളുവ ഡൈനാസ്റ്റി. ഒരു തുളുവ രാജാവായിരുന്ന ആരു? നമ്മുടെ കൃഷ്ണദേവരയ്യ. ഈ കൃഷ്ണദേവരയ്യക്ക് വളരെ ഫേമസ് ആയ ഒരു കോർട്ട് ഉണ്ടായിരുന്നു. കോർട്ടിന്റെ പേരാണ് അഷ്ട ദിഗജാസ് എന്ന് പറയും. ഏതാണ്? അഷ്ടദിഗജങ്ങൾ. കേട്ടാ, ആരുടെ കോർട്ടാണ് അഷ്ടദിഗജങ്ങൾ എന്ന് പറയുന്നത്? അഷ്ടദിഗജങ്ങൾ ആരുടെ കോർട്ടാണ് അഷ്ടദിഗജങ്ങൾ? നമ്മുടെ കൃഷ്ണദേവരയ്യയുടെ. കൃഷ്ണരുടെ വളരെ ഫേമസ് ആയ 8 പേര്, അഷ്ട മീൻസ് എന്താ? 8 പേര്, 8 പേരടങ്ങുന്ന അഷ്ടദിഗജങ്ങൾ. ഇതുപോലൊരു കോർട്ടുണ്ട് അഷ്ടപ്രധാൻ. ഇതാരുടെയെന്ന് അറിയോ? ഇത് മിഡിവിലൊരു കോർട്ടാ, 8 പേരടങ്ങുന്ന അഷ്ടപ്രധാൻ. ആരുടെയാ? നമ്മുടെ ഛത്രപതി ശിവജി, മറാത്ത അല്ലെ? നമ്മുടെ മറാത്ത ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ ആര്? ഛത്രപതി ശിവജി അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ കോർട്ടിന്റെ പേരായിരുന്നു ഏത്? അഷ്ടപ്രധാൻ. അഷ്ടപ്രധാൻ. ഇത് അഷ്ടദിഗജങ്ങൾ. അഷ്ടപ്രധാനും അഷ്ടദിഗജങ്ങളും. അഷ്ടപ്രധാൻ ആരുടെയും ചോദിച്ചാൽ ആരുടെയാ? ശിവജിയുടെയും. അഷ്ടദിഗജങ്ങൾ ആരുടെയും ചോദിച്ചാൽ ആരുടെയാണ്? കൃഷ്ണദേവരയരുടെ കോർട്ടാണ് ഏത്? അഷ്ടദിഗജങ്ങൾ. കേട്ടാ, നമ്മുടെ മറാത്ത ഡൈനാസ്റ്റിയുടെ സ്ഥാപകനാണ് ആര്? നമ്മുടെ ഛത്രപതി ശിവജി. മറാത്ത ഡൈനാസ്റ്റി രൂപീകരിച്ച വർഷം 1674. 1674 ഛത്രപതി ഡൈനാസ്റ്റി, ഛത്രപതി ശിവജി എന്ത് ചെയ്യുന്നത്? മറാത്ത ഡൈനാസ്റ്റി എന്ത് ചെയ്യുന്നത്? ബിൽഡ് ചെയ്തത്. കാരണം അതിന്റെ ഫൗണ്ടറാണ് ആര്? നമ്മുടെ ആര്? ഛത്രപതി ശിവജി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കോർട്ടിന്റെ പേര് അഷ്ടപ്രധാൻ എന്ന് പറയും. എന്താണ്? അഷ്ടപ്രധാൻ. അതുപോലെ അഷ്ടദിഗജങ്ങൾ ആരുടെയും ചോദിച്ചാൽ അഷ്ടദിഗജങ്ങൾ ആരുടെയാ? കൃഷ്ണദേവരയ്യ. കൃഷ്ണയുടെ കോർട്ടിൽ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട 2 വ്യക്തികളാണ്. ഒന്ന് നമ്മുടെ തെന്നാലി രാമൻ. കൃഷ്ണദേവരുടെ ഒരു സ്കോളറാണ്, പണ്ഡിതനാണ് തെന്നാലിരാമൻ. പിന്നെ ഒരു കവിയായിരുന്നു അല്ലസാനി പെദണ്ണ. നമ്മുടെ കൃഷ്ണദേവരുടെ കോർട്ടിൽ ഒരു കവിയായിരുന്നു. അലസാനി പെദണ്ണ ഒരു ബുക്കുണ്ട്. ബുക്കിന്റെ പേരാണ് മനുചരിതം. ചോദിക്കും കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. മനുചരിതത്തിന്റെ ഓതർ ആര്? ബുക്സ് ആൻഡ് ഓതേഴ്സിൽ നോട്ട് ചെയ്തോ. ദ ഓതർ ഓഫ് മനുചരിതം എഴുതിയത് ആരാണ്? ആരാ? അല്ലസാനി പെദണ്ണ. അത് കൃഷ്ണദേവരുടെ കോർട്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കവിയാണ് ആര്? അല്ലസാനി പെദണ്ണ എന്ന് പറയുന്നത്. കൃഷ്ണദേവരുടെ കോർട്ടാണ് ഏത്? അഷ്ടദിഗജങ്ങൾ. അഷ്ടപ്രധാൻ ആരുടെയും ചോദിച്ചാൽ ആരുടെയാണ് അഷ്ടപ്രധാൻ? ശിവജിയുടെ കോർട്ടാണ് അഷ്ടപ്രധാൻ. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം, ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് ബാമിനി കിങ്ഡം? നമ്മുടെ മിഡിൽ ഇന്ത്യയിൽ തന്നെ സൗത്ത് ഇന്ത്യ ഭരിച്ച ഒരു മുസ്ലിം ഡൈനാസ്റ്റി. അത് കൃത്യമായി നോട്ട് ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ സൗത്ത് ഇന്ത്യ മുസ്ലിം ഡൈനാസ്റ്റികൾ അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല? ഭരിച്ചിട്ടില്ല. നമ്മൾ കണ്ട മുഗൾസും ഡൽഹി സുൽത്താൻമാരൊക്കെ നോർത്തിലാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യ ഭരിച്ച ഒരു മുസ്ലിം ഡൈനാസ്റ്റിയാണ് ആര്? ബാമിനി. ബാമിനി രൂപീകരിച്ച വർഷം 1347. അതായത് വിജയനഗരം 36-ലും 11 വർഷം കഴിഞ്ഞ് ബാമിനി, ഈ വിജയനഗരവും ബാമിനിയും തമ്മിൽ വലിയൊരു അടിയുണ്ട്. അതിൻ്റെ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിൽ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അതിൽ നിങ്ങൾക്ക് അറിയാം ഈ ബാമിനി വിജയനഗരത്തിൻ്റെ അടി എന്താണ് കേട്ടോ. അപ്പം വിജയനഗരം 36-ലും 11 വർഷം കഴിഞ്ഞ് 47-ലാണ് ഈ ബാമിനി ഡൈനാസ്റ്റി എന്ത് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിൻ്റെ സ്ഥാപനം ആരെന്നാണ് ചോദ്യം. സോ സ്ഥാപകൻ അലാവുദ്ദീൻ ബഹ്മൻ ഷാ. അലാവുദ്ദീൻ ബഹ്മൻ ഷായാണ് ബാമിനി ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ. ഇത് രൂപീകരിച്ച വർഷം 1347. ഇവരുടെ ക്യാപിറ്റൽ പറഞ്ഞത് ഗുൽബർഗ് ആണ്. ഗുൽബർഗ്, ബാമിനി വംശത്തിന്റെ ക്യാപിറ്റൽ ഗുൽബർഗ്. പിന്നെ ഒരു ക്യാപിറ്റൽ ഉണ്ട്, ബിഡാറും ഉണ്ട്. ബിഡാർ സെക്കൻഡ് ക്യാപിറ്റൽ എന്ന് പറയാം. രണ്ടാമത്തെ, ഫസ്റ്റ് ക്യാപിറ്റൽ ഗുൽബർഗും രണ്ടാമത്തെ ക്യാപിറ്റൽ ബിഡാറുമാണ്. ആരുടെ? ബാമിനി കിങ്ഡത്തിന്റെ തലസ്ഥാനം. സോ ആരാ ഫൗണ്ടർ? അലാവുദ്ദീൻ ബഹ്മൻ ഷാ. ഏത് വർഷം? 1347-ലാണ്. ഓക്കെ. സോ വിജയനഗരത്തെയും ബാമിനിയുടെയും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. സോ നമുക്ക് അന്ന് ആ വീഡിയോയിൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതും മിഡിൽ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൈനാസ്റ്റിയാണ്. കണ്ട ക്വസ്റ്റ്യൻ കണ്ട ഫൗണ്ടറും ക്യാപിറ്റലും തന്നെ കൃത്യമായി പഠിച്ചു പോയ ലെക്കുണ്ട്. ആ ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്യും? ഒട്ടുമിക്ക എല്ലാവർക്കും കിട്ടും. ഇതിന് അടുത്ത ചോദ്യം,
അടുത്ത ചോദ്യം നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഹിന്ദു ഡൈനാസ്റ്റിയിൽ നിന്നുള്ള ചോദ്യം. ഹു ബിൽഡ് കൈലാസ ടെമ്പിൾ അറ്റ് എല്ലോറ? നമ്മുടെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് അജന്ത എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? സോ നമ്മുടെ എല്ലോറയിൽ എന്ത് ടൈപ്പ് ടെമ്പിൾസാ? ഗുഹാക്ഷേത്രങ്ങളാണ്, കേവ് ടെമ്പിൾസ് ആണ്, അല്ലേ? നമ്മുടെ എല്ലോറയിലുള്ളത് ഗുഹാക്ഷേത്രങ്ങളാണ്. എത്ര ഗുഹാക്ഷേത്രങ്ങൾ ഉണ്ടെന്നറിയോ എല്ലോറയിൽ? എല്ലോറയിൽ എത്ര കേവ്സ് ആണ് ഉള്ളത്? എല്ലോറയിൽ മൊത്തവും 34 ഗുഹാക്ഷേത്രങ്ങളാണ് പറഞ്ഞത്. അതൊരിക്കലും എക്സാമിന് ചോദിച്ചേട്ടാ. എല്ലോറയിൽ എത്ര കേവ് ഉണ്ട്, എത്ര കേവുകളാണ് എല്ലോറയിൽ വരുന്നത്? എത്രയാണ്? 34 ഗുഹാക്ഷേത്രങ്ങളുണ്ട്. അതിൽ ബുദ്ധിസ്റ്റ് ഉണ്ട്, ജൈനമതം ഉണ്ട്, അതുപോലെ തന്നെ ഹിന്ദുമതം. അതിൽ ആദ്യത്തെ അതിൽ 1 മുതൽ 12 ഫസ്റ്റ് 1 മുതൽ 12 ഗുഹകൾ, കേവ് 1 ടു കേവ് 12 എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്റ്റിൻ്റെയും അത് കഴിഞ്ഞ് 13 മുതൽ 29 വരെ ഹിന്ദു ടെമ്പിൾസ് ആണ്. പിന്നെ 30 മുതൽ 34 5 ജൈനും. അങ്ങനെ 34 ഗുഹകളിൽ 34 ക്ഷേത്രമുണ്ട്. അതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടെമ്പിളാണ് 16ാമത്തെ ഗുഹയിലിരിക്കുന്ന കൈലാസ ക്ഷേത്രം. കേട്ടോ, എല്ലോറയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടെമ്പിൾ കേവ് 16 16ലാണ് ഇരിക്കുന്നത് കൈലാസ ക്ഷേത്രം, നമ്മുടെ ശിവക്ഷേത്രമായ കൈലാസ ക്ഷേത്രമാണ്. അത് കെട്ടിയത് ആരെന്നാണ് ചോദ്യം. അത് കെട്ടിയത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലോറ ക്ഷേത്രങ്ങൾ കെട്ടിയ ഡൈനാസ്റ്റി ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ രാഷ്ട്രകൂടാസ് ആണ്. സൗത്ത് ഇന്ത്യ ഭരിച്ച ഒരു പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികളാണ് രാഷ്ട്രകൂടക്കാർ. ഈ രാഷ്ട്രകൂടക്കാർ കെട്ടിയ ക്ഷേത്രങ്ങളാണ് അജന്ത എല്ലോറയിലെ ക്ഷേത്രങ്ങൾ. അതിൽ കൃഷ്ണ ഒന്നാമൻ, രാഷ്ട്രകൂടയിലെ കൃഷ്ണ ഒന്നാമൻ എന്ന് പറയുന്ന രാജാവാണ് കൈലാസ ടെമ്പിൾ കെട്ടിയത്. അപ്പോൾ കൈലാസ ക്ഷേത്രം ഇന്ന് 16ാമത്തെ ഗുഹയിലാണ്. ഈ 16ാമത്തെ ഗുഹയിലെ കൈലാസ ക്ഷേത്രം കെട്ടിയത് രാഷ്ട്രകൂട ഡൈനാസ്റ്റിയിലെ കൃഷ്ണ ഒന്നാമനാണ് ബിൽഡ് ചെയ്തത്. ആരാ ബിൽഡ് ചെയ്തത്? കൃഷ്ണ ഒന്നാമൻ. ഫ്രം വിച്ച് ഡൈനാസ്റ്റി? രാഷ്ട്രകൂട ഡൈനാസ്റ്റിയിലെ കൃഷ്ണ ഒന്നാമനാണ് എന്ത് കെട്ടിയത്? ഇത് അജന്ത എല്ലോറയിലെ കൈലാസ ടെമ്പിൾ എന്ത് ചെയ്യുന്നത്? ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ദിവസത്തിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. വേർ വാസ് ദി ക്യാപിറ്റൽ ഓഫ് ചോള ഡൈനാസ്റ്റി? ചോള ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ എവിടെയാണ്? സോ നമ്മുടെ മിഡീവൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൈനാസ്റ്റിയാണ് ആര്? ചോളന്മാർ. അതിൽ ചോളന്മാരുടെ ക്യാപിറ്റൽ എവിടെയെന്നാണ് നമ്മുടെ ചോദ്യം. ചോള ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ ചോളന്മാരുടെ പറയാൻ പറ്റൂടാ? ചോള ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ, യെസ്, ചോളന്മാരുടെ ക്യാപിറ്റൽ വരുന്നത് എവിടെയാണ്? തഞ്ചാവൂരാണ്. ഓപ്ഷൻ ബി, തഞ്ചാവൂരാണ് ചോളന്മാരുടെ ക്യാപിറ്റൽ. കൃത്യമായി നോട്ട് ചെയ്യുക. മധുരയോ? മധുരൈ പാണ്ഡ്യാസിന്റെ ക്യാപിറ്റൽ, പാണ്ഡ്യന്മാരുടെ ക്യാപിറ്റൽ ഏത്? മധുരൈ. അതുപോലെ കാഞ്ചിയോ? കാഞ്ചിയും മഹാബലിപുരവും, അതുപോലെ മഹാബലിപുരം ആരുടെയാ? പല്ലവാസിന്റെ ക്യാപിറ്റൽ, പല്ലവരുടെ ക്യാപിറ്റൽ. പല്ലവാസിന്റെ ക്യാപിറ്റലാണ് ഏത്? കാഞ്ചീപുരവും മഹാബലിപുരം. അതുപോലെ ബഡാമി അഥവാ ഓൾഡ് നെയിം, ഏൻഷ്യൻ നെയിം വദാബി എന്ന് പറയും, അല്ലേ? വദാബി ആരുടെയാ? ചാലുക്യ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ, അല്ലേ? നമ്മൾ ചാലുക്യയും പല്ലവാസിനെയൊക്കെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലേ? പോസ്റ്റ് ഗുപ്ത ഏജ് എന്നൊരു ചാപ്റ്ററിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് പല്ലവ ഡൈനാസ്റ്റിയുടെയും ചാലുക്യ ഡൈനാസ്റ്റിയുടെ ഒക്കെ കഥ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഞാൻ. സോ അത് വെച്ച് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. സോ പല്ലവാസിന്റെ ക്യാപിറ്റലാണ് കാഞ്ചീപുരം, വദാബി ബഡാമി ചാലുക്യ, മധുരൈ പാണ്ഡ്യാസിന്റെ ക്യാപിറ്റലാണ്. അപ്പൊ തഞ്ചാവൂരാണ് ആരുടെ ക്യാപിറ്റൽ? ചോളന്മാരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ചോളന്മാരുടെ ക്യാപിറ്റൽ ഏതാണ്? തഞ്ചാവൂര്. ഓക്കെ, ദെൻ അടുത്ത സ്ലോട്ട് പോയാലോ? അടുത്ത ചോദ്യം ഇതാണ്. ഹു ബിൽഡ് തഞ്ചാവൂർ ബൃഹദേശ്വർ ടെമ്പിൾ? ആരാണ് തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം ബിൽഡ് ചെയ്തത്? അപ്പം നമുക്കറിയാം ചോളന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട
എന്താണ്, ഒരു ടെമ്പിളാണ് ഈ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം. അത് ആര് കെട്ടി? അത് കെട്ടിയത് ചോളവംശത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ റൂളർ ആര്? നമ്മുടെ രാജരാജ ചോളൻ അല്ലെ, രാജരാജ ഒന്നാമൻ അല്ലെ, അദ്ദേഹമാണ് എന്ത് കെട്ടിയത്? ബൃഹദേശ്വര ക്ഷേത്രം. നമ്മുടെ AD 1010 നിർമ്മിച്ചൊരു ടെമ്പിളാണ് നമ്മുടെ ബൃഹദേശ്വര ടെമ്പിൾ അല്ലെ. ഞാൻ ടെമ്പിൾസിന്റെ മാത്രം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ബൃഹദേശ്വര ടെമ്പിളിന്റെ ഒക്കെ ഒരു കഥയൊക്കെ പറഞ്ഞാൽ ഈ ടോപ്പിലുള്ള കുംഭത്തെയൊക്കെ പറ്റിയൊക്കെ പറഞ്ഞു, പുള്ളി എങ്ങനെയാണ് ഈ ക്ഷേത്രം വന്ന് കെട്ടിയെന്നൊക്കെ കഥ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അല്ലേ. സോ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു ടെമ്പിൾസ് ഇൻ ഇന്ത്യ. സോ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ ഒരു ഇതുണ്ട്. ക്ഷേത്രങ്ങൾ തന്നെയാണ് സ്ട്രാറ്റജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക്. കൃത്യമായും പഠിച്ചിരിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഏത്? തഞ്ചാവൂരിലെ ബൃഹദേശ്വര ടെമ്പിൾ എന്ന് പറയുന്നത്. സോ ഹൂ ബിൽഡ് ഇറ്റ്? ബിൽഡ് ചെയ്ത് രാജരാജ ചോളൻ. നമ്മുടെ രാജരാജ ഒന്നാമനാണ് ആ ഒരു ക്ഷേത്രം എന്ത് ചെയ്തത്? ബിൽഡ് ചെയ്തത്. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം. ഹു ബിൽഡ് ഇറ്റ്? രാജരാജ ഒന്നാമൻ. രാജരാജ ഒന്നാമനാണ് തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കേട്ടോ. സോ AD 1010 അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത്, വിച്ച് ചോള കിങ് ഈസ് നോൺ ആസ് ഗംഗൈകൊണ്ട ചോളൻ അല്ലെ. നമ്മൾ ഈ ചോള വംശത്തിന്റെ ഒരു സ്ഥാപകൻ ആരെന്നറിയോ? ചോളവംശത്തിന്റെ സ്ഥാപകൻ ആരാ? അത് വിജയലയാണ്. വിജയലയ എന്ന് പറഞ്ഞ റൂളറാണ് ചോളവംശം സ്ഥാപിച്ചത്. ദ ഫൗണ്ടർ ഓഫ് ചോള ഡൈനാസ്റ്റി. അതാരാണ്? വിജയലയ. ഇനി ചോളവംശത്തിലെ ഏറ്റവും ഫേമസ് ആയ റൂളറായിരുന്നു രാജരാജ ചോളൻ. പക്ഷെ ഈ രാജരാജ ചോളന്റെ മകനാണ് ഈ ഗംഗൈകൊണ്ട ചോളൻ, രാജേന്ദ്ര ചോളൻ. കേട്ടാ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കഥയുണ്ട്. ഈ നമ്മുടെ ഗംഗാ നദിയുടെ കരയിൽ ഉണ്ടായിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് പാലാ ഡൈനാസ്റ്റി. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഗോപാലനും ധർമ്മപാലനും ഒക്കെ ഭരിച്ച അല്ലേ, പാലാ ഡൈനാസ്റ്റി. ആ പാലാ ഡൈനാസ്റ്റിയെ തോപ്പിച്ച് പാലാ ഡൈനാസ്റ്റിയുടെ പ്രദേശം ആര് പിടിച്ചെടുക്കും? രാജേന്ദ്ര ചോളൻ പിടിച്ചെടുക്കും. അപ്പൊ പാലായുടെ പ്രദേശം ഇരിക്കുന്ന ഗംഗാ നദിയുടെ കരയിലാണ്. അങ്ങനെ പുള്ളിക്കിട്ടിയ പേരാണ് ഗംഗയുടെ കര പിടിച്ചെടുത്തവൻ ആണ് ഗംഗൈകൊണ്ട. കൊണ്ട മീൻസ് പിടിച്ചെടുത്തു. ഗംഗ കര പിടിച്ചെടുത്ത ചോളൻ ആര്? രാജേന്ദ്ര ചോളൻ. അങ്ങനെ തമിഴ്നാട്ടിലൊരു സ്ഥലം പോലും ഉണ്ട്, ഗംഗൈകൊണ്ട ചോളപുരം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഈ ബൃഹദേശ്വര ടെമ്പിൾ പോലെ, ഒരു ക്ഷേത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ടെമ്പിൾസിന് ആ ഫിഗർ ഉൾപ്പെടെ കാണിച്ചു തന്നിട്ടുണ്ട്. ക്ഷേത്രമാണ് ഗംഗൈകൊണ്ട ചോള ക്ഷേത്രം അല്ലേ, ഗംഗൈകൊണ്ട ചോളപുരം, തമിഴ്നാട്. അത് കെട്ടിയതാരാ? ഈ രാജേന്ദ്ര ചോളൻ. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരാണ് ഗംഗൈകൊണ്ട ചോളൻ എന്ന് പറയും. അതുപോലെയാണ് പരന്തക ചോളൻ. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് ഈ പരന്തക ചോളൻ എന്ന് പറയും? പരന്തക ചോളന്റെ പേരുണ്ട്. പരന്തക ചോളനാണ് മധുരൈ കൊണ്ട ചോളൻ. എന്താണ്? മധുരൈ കൊണ്ട ചോളൻ എന്ന് പറയും. ആരാടാ? മധുരൈ കൊണ്ട ചോളൻ. കേട്ടാ, മധുരൈ കൊണ്ട ചോളൻ ആര്? മധുരൈ കൊണ്ടെന്ന് പറഞ്ഞാൽ മധുര ആരുടെ ക്യാപിറ്റലാ? പാണ്ഡ്യന്മാരുടെ അല്ലെ. പാണ്ഡ്യന്മാരുടെ ക്യാപിറ്റലാണ് ഇത് മധുര അല്ലെ. അങ്ങനെ പാണ്ഡ്യന്മാരെ പരാജയപ്പെടുത്തി മധുര പിടിച്ചെടുത്ത ചോളൻ ആര്? പരന്തക ചോളൻ. കേട്ടോ, മധുര. അതാണ് മധുരൈ കൊണ്ട ചോളൻ ആര്? പരന്തക ചോളൻ. സോ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് ക്വസ്റ്റ്യനും. ഗംഗൈകൊണ്ട ചോളനും ആരാണ്? മധുരൈ കൊണ്ട ചോളൻ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ലാൻഡ് ഗിഫ്റ്റഡ് ടു എ ടെമ്പിൾ കാൾഡ് ഇൻ ചോള എംപയർ. അതായത് ഈ ചോളന്മാരുടെ കാലഘട്ടത്തിൽ അവർ ഈ പ്രദേശങ്ങൾ ഓരോ ആവശ്യങ്ങൾക്കായി വിട്ടുകൊടുത്തിരുന്നു. അപ്പോൾ ആ ഓരോ ലാൻഡിനും ഓരോ പേരിലാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെട്ടിരുന്നത്. അതിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അവർ വിട്ടുകൊടുത്ത സ്ഥലങ്ങളെ വിളിച്ചിരുന്ന പേര് എന്താണ്? ക്ഷേത്രങ്ങൾ വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി അവർ വിളിച്ചിരുന്ന പേരാണ് വെള്ളാൻ വാങ്ങി എന്ന് പറയും. കേട്ടോ, വെള്ളം വാങ്ങിയില്ല, ഓപ്ഷൻ സി തിരുനാമാട്ടുകണി. കേട്ടാ, ടെമ്പിൾസിന് ഓപ്ഷൻ സി ആണ് ആൻസർ. ഏതാണ്? തിരുനാമാട്ടുകണി. ഇതാണ് ടെമ്പിൾസിന് വേണ്ടി, ടെമ്പിൾസ് കെട്ടുന്നതിന് വേണ്ടി ഗിഫ്റ്റ് ചെയ്ത ലാൻഡിനെ വിളിച്ചിരുന്ന പേര് ഏതാണ്? തിരുനാമാട്ടുകണി. കേട്ടാ, ഇനി വെള്ളം വാങ്ങി എന്തെന്ന് വെച്ചാൽ നോൺ ബ്രാഹ്മൺസ് ആയിട്ടുള്ള ആളുകൾക്ക്, കേട്ടോ, അത് ബ്രാഹ്മൺസ് അല്ലാത്ത ആളുകൾക്ക് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ വിട്ടുകൊടുത്തിരുന്ന സ്ഥലങ്ങൾ. കേട്ടോ, ആർക്കാണ്? നോൺ ബ്രാഹ്മൺസ്. കേട്ടോ, നോൺ ബ്രാഹ്മൺസ് ആളുകൾക്ക് കൃഷി ചെയ്യാൻ വേണ്ടി അവർ വിട്ടുകൊടുത്ത സ്ഥലമാണ് വെള്ളാം വാങ്ങി. ഇനി ബ്രഹ്മദയ എന്ന സ്ഥലമാണ് ബ്രാഹ്മൺസിന് അവർ വിട്ടുകൊടുത്ത സ്ഥലം, ബ്രാഹ്മണാസിന്.
കേട്ടാ. ബ്രാഹ്മണർക്ക് അവർ കൊടുത്തിരുന്ന സ്ഥലം ബ്രഹ്മദേയും, നോൺ ബ്രാഹ്മിൺസിന് വിട്ടുകൊടുത്ത സ്ഥലമാണ് വെള്ളാൻ വാങ്ങി കേട്ടോ, വെള്ളാൻ വാങ്ങി എന്ന സ്ഥലം. അതുപോലെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അവർ വിട്ടുകൊടുത്ത സ്ഥലമാണ് ഏത്? തിരുന്ന മാട്ടുക്കടി. ഇനി ശലഭോഗ എന്ന് പറയുന്നത് സ്കൂളുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുത്ത സ്ഥലമാണ് ഏത്? ശലഭോഗ കേട്ടോ. ശലഭോഗ എന്തിനാണ്? സ്കൂളുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കേട്ടോ, മെയിൻ്റനൻസ് ഓഫ് സ്കൂളുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുത്ത സ്ഥലമാണ് ഏത്? ശലഭോഗ. ഓക്കെ, സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എക്സാമിന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, സോ വെള്ളാം വാങ്ങി എന്താണ്? വെള്ളാം വാങ്ങി നോൺ ബ്രാഹ്മൺസ് ആളുകൾ കൊടുക്കുന്ന സ്ഥലവും ബ്രാഹ്മൺസ് കൊടുക്കുന്നത് അത് തന്നെ ബ്രഹ്മദേയ ബ്രാഹ്മണ ബ്രഹ്മദേയ. ശലഭോഗ സ്കൂൾ അങ്ങനെ ഓർത്താൽ ശലഭോഗ സ്കൂള്. ഓക്കെ, സോ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വിട്ടുകൊടുത്ത സ്ഥലമാണ് തിരുന്ന മാട്ടുക്കണി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നത്? നോക്കുന്നത് അല്ലേ. ഇത്രയും ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ മിഡീവൽ ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് എന്താണ് മുൻ വർഷങ്ങളിൽ റെയിൽവേ എക്സാമിന് എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത് കേട്ടോ. സോ ഇതിലിപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മൾ മെയിനായിട്ട് നമ്മൾ കണ്ടത് ഏതാണ്? ഈ ഡൽഹി സുൽത്താനേറ്റ് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് ഏതാ? നമ്മുടെ മുഗൾ ഡൈനാസ്റ്റി. പിന്നെ നമ്മൾ കണ്ടതാണ് നമ്മുടെ ഈ പറഞ്ഞ ഏതാണ്? നമ്മുടെ അതായത് നമ്മുടെ വിജയനഗരം, ബാമിനി, അതുപോലെ മറാത്തയുണ്ട്, നമ്മുടെ മറാത്ത ഡൈനാസ്റ്റി. അതുപോലെ തന്നെ ഏതാണ്? ഈ ചോളാസും രാഷ്ട്രകൂടെ. ഇപ്പോൾ ഈ ലാൻഡ് കണ്ടപ്പോഴാണ് എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഓർമ്മ വന്നത്. അത് നമ്മുടെ ഈ മുഗൾ ഡൈനാസ്റ്റിയിൽ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ഈ മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിൽ, അത് മുഗൾമാരുടെ കാലഘട്ടത്തിൽ നമ്മുടെ അക്ബറിൻ്റെ പീരീഡിൽ, ആരുടെ പീരീഡിലാണ്? നമ്മുടെ അക്ബറിൻ്റെ പീരീഡിൽ ഈ ലാൻഡിനെ 4 പാർട്ടായി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? തിരിച്ചിട്ടുണ്ടായിരുന്നു. അത് ചോദിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ. അതിപ്പോൾ ഈ ലാൻഡ് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഓർമ്മ വന്നത് കേട്ടോ. ഈ അക്ബറിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് സാപ്തി സിസ്റ്റം എന്ന് പറയും, അല്ലെങ്കിൽ ദഹ്സല സിസ്റ്റം. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചോദിക്കും. ദഹ്സല എന്ന് പറഞ്ഞാൽ 10 വർഷം കൂടുമ്പോൾ മാത്രം കർഷകർ എന്തടച്ചാൽ മതി? അഗ്രികൾച്ചർ ടാക്സ് അടച്ചാൽ മതി, ലാൻഡ് ടാക്സ് അടച്ചാൽ മതി. അതാണ് സാപ്തി സിസ്റ്റം അഥവാ ദഹ്സല സിസ്റ്റം എന്ന് പറയും. സോ ആരുടെ സമയത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ആരുടെ സമയത്താണ്? അക്ബറിൻ്റെ സമയത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഇതിൻ്റെ ഭാഗമായി ഈ കർഷകരുടെ ഭൂമിയെ 4 പ്രദേശമായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെ നമുക്ക് നോക്കാം. ഒന്ന് പോളജ്, ഒന്ന് പറൗട്ടി, ഒന്ന് ചച്ചാർ, നാലാമത്തത് ബഞ്ചാർ. ഇതാണ് ആ 4 സ്ഥലം. ഇത് ഇടയ്ക്ക് ഒരു CGL എക്സാം ചോദിച്ചൊരു ചോദ്യമുണ്ട് കേട്ടോ. ഇതിലെന്താണ് പോളജ് എന്ന് വെച്ചാൽ എല്ലാ വർഷവും കൃഷി ചെയ്യുന്ന ഭൂമിയാണ് എന്ത്? പോളജ്. എല്ലാ വർഷവും കൃഷി ചെയ്യും, അതാണ് പോളജ്. ഒരു വർഷം പോലും വെറുതെ ഇട്ടയ്ക്കൂല, ആണ് പോളജ് എന്ന ലാൻഡ്. അപ്പം അങ്ങനെ ചോദിക്കും. മുഗൾ സമയത്ത് എല്ലാ വർഷവും കൃഷി ചെയ്യുന്ന ലാൻഡിനെ വിളിക്കുന്ന പേരെന്ത്? പോളജ്. ഇനി പൗരോട്ടി എന്തെന്ന് വെച്ചാൽ 1-2 വർഷം എന്ത് ചെയ്യും? വെറുതെ ഇട്ടയ്ക്കും കേട്ടോ. 1-2 വർഷം എന്ത് ചെയ്യും? വെറുതെ ഇട്ടതിന് ശേഷം കൃഷി ചെയ്യുന്ന ലാൻഡാണ് ഏത്? പറൗട്ടി കേട്ടോ. ഇനി ചച്ചാർ എന്ന് വെച്ചാൽ 3-4 വർഷം വെറുതെ ഇട്ടയ്ക്കും കേട്ടോ. എത്ര വർഷം? 3-4 വർഷം വെറുതെ. ഈ 3-4 വർഷം വെറുതെ എന്ന് വെച്ചാൽ ആ പ്രോപ്പർട്ടിയുടെ മണ്ണ് അത്രയും എന്താവാനാ? ബലപുഷ്ടിയാവാൻ വേണ്ടിയാണ്. കാരണം കൃഷി ചെയ്ത് ചിലയിടത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, കൃഷി ചെയ്ത് ഒരു വർഷം കൃഷി ചെയ്താൽ പിന്നെ 2ാമത്തെ വർഷം അവർ എന്ത് ചെയ്യാറില്ല? കൃഷി ചെയ്യാറില്ല അല്ലേ. കാരണം ആ ഒരു വർഷം മഴയൊക്കെ പെയ്ത് എന്താണ് ആ മണ്ണ് ബലപുഷ്ടി ആവാൻ വേണ്ടി അവർ ഇട്ടയ്ക്കും. അത് കഴിഞ്ഞ് 3ാമത്തെ വർഷം അവർ കൃഷി ചെയ്യുന്നത്. സോ മുഗൾ സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ വർഷവും കൃഷി ചെയ്യുന്നത് പോളജും, 1-2 വർഷം ഇടവേളകളിൽ കൃഷി ചെയ്യുന്നത് പറൗട്ടി ലാൻഡും, 3-4 വർഷം ഇടവേള എടുത്ത് ചെയ്യുന്നത് ചച്ചാർ ലാൻഡ്. ഇനി ബഞ്ചാർ ലാൻഡ് എന്ന് വെച്ചാൽ 5 അതിൽ കൂടുതൽ വർഷം കേട്ടോ. 5 വർഷവും അതിൽ കൂടുതൽ, 5-6 അതിൽ കൂടുതൽ വർഷങ്ങൾ ഏറ്റെടുത്ത് എന്താണ് കൃഷി ചെയ്യുന്ന ലാൻഡുകളാണ് ഇത്? ബഞ്ചാർ ലാൻഡ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ 4 ലാൻഡുകളായി തിരിച്ചിട്ടുണ്ടായിരുന്നു. ഏത്? ഈ മുഗൾ സാമ്രാജ്യം, അതായത് അക്ബറിന്റെ പീരീഡിൽ. ഇത് ശ്രദ്ധിക്കണം, ആരുടെ പീരീഡാണ്? അക്ബറിന്റെ പീരീഡിലായിരുന്നു ഈ ഒരു 4 പ്രദേശങ്ങളായി തിരിച്ചത്. അതുപോലെ അക്ബറിന്റെ സമയത്തെ ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് സാപ്തി സിസ്റ്റം അഥവാ ദഹ്സല സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ്
നമുക്ക് മുഗൾ ഡൈനാസ്റ്റിയിൽ നിന്നും വരുന്നത്. പിന്നെ നമ്മുടെ ഓവറോൾ മിഡേവൽ ഹിസ്റ്ററി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മിഡേവൽ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ ഇത്രയും വർഷം ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക കാണിച്ചു തന്നിട്ടുണ്ട്, അത് ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട് അല്ലേ. സോ ഇത്രയും നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്യുക പഠിച്ചിട്ട് പോവുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് മിഡേവൽ ഹിസ്റ്ററി എന്നുള്ള ചോദ്യം എവിടെ നിന്ന് തന്നെ വരും, ഈ ഒരു ഭാഗത്തു നിന്നും തന്നെ വരുന്നതാണ്. ഓക്കെ, സോ നമുക്ക് അടുത്തതുപോലെ ഏൻഷ്യൻറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മോഡേൺ ഹിസ്റ്ററിയുടെയും ഒരു ഭാഗമായിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.